in the Elizabethan period, the most popular art form was the drama. Drama was a very popular art form, but it was popular among the people. സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിൽ വളരെ പോപ്പുലർ ആയിരുന്നു. പക്ഷെ the drama was very popular not only among the ordinary people, it was popular among everybody actually. ഏറ്റവും താഴെ അറ്റത്തുള്ള തെരുവിൽ നടക്കുന്ന ഒരാൾ ആണെങ്കിൽ അയാൾക്ക് ഒരു പെനി ഉണ്ടെങ്കിൽ അയാൾ അത് സമ്പാദിച്ച് പോയി നാടകം കാണും. രാജ്ഞി ചില സമയത്തൊക്കെ നാടകം കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും കൊട്ടാരത്തിൽ പോയിട്ട് നാടകങ്ങൾ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. So drama was an extremely popular art form. But on the other side, drama was not considered a very high art form also. അത് വേറൊരു വിചിത്രമായ കാര്യമാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ മിമിക്രി പോലത്തെ പ്രോഗ്രാംസ്, ഇത് ടി വിയിലൊക്കെ വരുന്ന പോപ്പുലർ എല്ലാവരും കണ്ട് ആസ്വദിക്കും. പക്ഷെ അതൊരു വലിയ കലാരൂപമായിട്ട് ആരും കരുതുന്നില്ല. അതിന് മത്സരങ്ങളോ അവാർഡൊന്നും നമ്മൾ വല്ലാതെ കൊടുക്കാറില്ല. അതുപോലെയുള്ളൊരു അവസ്ഥയാണ് അന്നത്തെ കാലത്ത്. പക്ഷെ ഈ മിമിക്രിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഡ്രാമ led to the production of some of the best literature in the world. ഇപ്പൊ നമ്മുടെ നാട്ടില് ആട്ടം, എന്താണത്, ആട്ടക്കഥ എന്ന് പറയില്ലേ, നമ്മുടെ കഥകളി ഒരു വിഷ്വൽ ആർട്ടാണ്. അതിന്റെ സമയത്ത് പാടുന്ന അതിനെയാണ് ആട്ടക്കഥ എന്ന് നമ്മൾ പറയുന്നത്. അത് പിൽക്കാലത്ത് ഇന്ന് നമ്മൾ ക്ലാസ്സുകളിലൊക്കെ അതാണ് പഠിക്കുന്നത്. ആരും സ്റ്റേജിൽ ഈ കഥകളി ഫുൾ ആടി കാണാറില്ല. പകരം ഈ പുസ്തകം ഇതിനെക്കുറിച്ചുള്ള ആ കഥ ആലപിക്കപ്പെടുന്ന ആ കവിത അല്ലെങ്കിൽ കഥാഭാഗം ആണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ ഈ അന്നത്തെ കാലത്ത് നാടകങ്ങൾ വളരെ പ്രശസ്തമായിരുന്നു. But today we value those drama a lot because of the literary quality, particularly in the drama of Shakespeare. Shakespeare എന്ന് പറയുന്നത് വളരെ അതുല്യ പ്രതിഭ തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ നാടകങ്ങളിൽ നമുക്ക് ഒരുപാട് സമ്പന്നമായ വിഷയങ്ങളുണ്ട്. That is why the Elizabethan period is considered as the high peak of English drama. എലിസബത്തൻ പീരീഡിന് വേറെയും ചില പ്രാധാന്യങ്ങളുണ്ട്. അന്ന് ഇറ്റലിയിലെ എഴുത്തുകളുടെ സ്വാധീനം ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ പീരീഡ് ഓഫ് റൊമാൻസ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു, കാൽപ്പനികതയുടെ ഒരു കാലമായിരുന്നു. വളരെയധികം ലിറിക്കലായിട്ടുള്ള ഇമാജിനേഷൻ, ഒരുപാട് ഫ്ലവറിംഗ് ഒക്കെ ഉള്ള ഒരു കാലം. അന്നത്തെ ജീവിതം വളരെ ദുഷ്കരമായിരുന്നു. വളരെ അരാജകത്വം അല്ല, അനീതിയൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ആരുടെയും ജീവിതം സെക്യൂർ ആയിരുന്നില്ല. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഒരു ജനങ്ങളുടെ ഇടയിലൊരു എന്താണ്, പീപ്പിൾ ലവ്ഡ് പോയട്രി ആൻഡ് ആർട്ട് അറ്റ് ദാറ്റ് ടൈം. അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മുടെ വില്യം ഷേക്സ്പിയർ ജനിക്കുന്നത്. ഇനി ബാക്ക്ഗ്രൗണ്ടായിട്ട് വേറെന്തൊക്കെ പറയാനുണ്ട്? വില്യം ഷേക്സ്പിയറിനെ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. വില്യം ഷേക്സ്പിയർ, ഈ ഷേക്സ്പിയറിന് ആൾക്കാരെല്ലാം ഭയങ്കര ആരാധനയോടെയൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നത്. അത് ശകലം ഓവറാണോ എന്ന് നമുക്ക് സംശയം തോന്നും. ഷേക്സ്പിയറിന്റെ വരികൾ കോട്ട് ചെയ്യുകയും ഷേക്സ്പിയർ എന്തോ ഒരു വലിയ സംഭവമാണ്. അതേ ഒരു സംഭവം തന്നെയാണ്. പക്ഷെ നമ്മൾ പ്രത്യേകിച്ചും സാഹിത്യം പഠിക്കുന്ന ആൾക്കാരും സാഹിത്യം പഠിച്ചിട്ടുള്ള ആൾക്കാരും ഒക്കെ ഒരു ഇത്തിരി ഓവറായിട്ട് കാണാം. അങ്ങനെ കണ്ട മറ്റേ ഏത് എഴുത്തുകാരനെയും പോലെ തന്നെ അദ്ദേഹത്തിനെ കണ്ടാൽ മതി. പക്ഷെ അതായത് ഫ്രാൻസിസ് ബേക്കൺ, അദ്ദേഹത്തിന്റെ അത് ഈ റിനൈസൻസ് പീരീഡിലുള്ള ആളാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒക്കെ എസ്സേസ് പഠിക്കാൻ കാണും. പുള്ളി ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, simple men admire studies, wise men use them. Simple men admire studies, wise men use them. Studies here refers to maybe scholarly books, scholarship, great men, എല്ലാം അതിനകത്ത് വരും. പ്രഗത്ഭരായ എഴുത്തുകാരൊക്കെ ഈ സ്റ്റഡീസ് എന്ന് പറയുന്ന കാര്യത്തിൽ. അപ്പൊ ഷേക്സ്പിയറിനെ പോലത്തെ ഒരു പ്രഗത്ഭനായ ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ കൃതികളെ നമ്മൾ ബുദ്ധിയുള്ള ആൾക്കാർ അതിനെ ഉപയോഗിക്കും, ലളിത മനസ്കരായ ആൾക്കാർ അതിനെ ആരാധനയോടെ കാണുമെന്നാണ്. സിമ്പിൾ മെൻ അഡ്മയർ സ്റ്റഡീസ്, വൈസ് മെൻ യൂസ് ദം. അപ്പൊ നമ്മൾ സാഹിത്യ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ നമുക്കുണ്ടാകാൻ സാധ്യത ഒരു അപകടമാണ് ഈ അഡ്മിറേഷൻ എന്ന് പറഞ്ഞത്. നമ്മൾ ആരാധനയോടുകൂടി പലരെയും കുറിച്ച് സംസാരിക്കും. ചില കവികളെയോ അല്ലെങ്കിൽ ചില നാടകകൃത്തുക്കളെയോ നോവലിസ്റ്റിനെ പറ്റി പറയുമ്പോൾ രോമാഞ്ചം ഉണ്ടാകും ഒക്കെ ചെയ്യും. അത് ഉണ്ടാകുന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ല. അത് നമ്മുടെ ഒരു അവകാശമാണ്, പേഴ്സണലായിട്ട് സന്തോഷമാണ്. അദ്ദേഹത്തിന്റെ വരികളൊക്കെ ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരുടെ ഒക്കെ വരികൾ ഓർക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ നേരെ ചൊവ്വേ വായിക്കുകയോ കൂടുതൽ അറിയോ ശ്രമിക്കാതെ ആരാധിക്കുന്ന ഒരുപാട് സാഹിത്യ വിദ്യാർത്ഥികളെ തന്നെ എനിക്ക് അറിയാം, സാഹിത്യ അധ്യാപകരെയും അറിയാം. they are not much into these things. ഡീപ്പായിട്ട് വായിക്കാനോ പഠിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. അതേസമയം ഉപരിപ്ലവമായ ഒരു അറിവ് വെച്ചിട്ട് ആരാധനയോട് വലിയ
ലൈൻസ് ഒക്കെ ഇങ്ങനെ കോട്ട് ചെയ്തിട്ടൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ദാറ്റ് ഇസ് വൺ പിറ്റ്ഫോൾ യു ഷുഡ് അവോയ്ഡ്. സാഹിത്യ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ എത്രത്തോളം ഡീപ്പായിട്ട് ഈ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുമോ അത്രയും അറിയുക. ആരെയും ആരാധിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോകേണ്ട കാര്യമില്ല. കാരണം ലോകത്ത് ഒരു വ്യക്തിയും ആരാധന അർഹിക്കുന്നില്ല. there are excellent people, but actually there are no heroes. അങ്ങനെ ആരാധിക്കാൻ വേണ്ട ഒരു മനുഷ്യനും മനുഷ്യ സ്ത്രീയും ഒരു പുരുഷനും ഭൂമിയിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം എല്ലാ മനുഷ്യർക്കും കുറെ അധികം ദോഷങ്ങളും കുറെ അധികം ഗുണങ്ങളുമാണ് ഉള്ളത്. അപ്പൊ നമുക്ക് എല്ലാവരെയും അനുഭാവപൂർവ്വം, അപ്പൊ തിന്മയോ ഒക്കെ ഒരുപാടുള്ള ആൾക്കാരെ നമ്മൾ തീരെ ശപിക്കാതിരിക്കേണ്ടതും അതുപോലെ ആവശ്യമാണ്. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യൂ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ജീവിതത്തിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള ആരും ഇല്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പൊ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർക്ക് ഒരുപാട് പിഴവുകളും ഒരുപാട് ഒരു പിടി ഗുണങ്ങളും ഒരുപാട് പിഴവുകളും ഉള്ള ജീവികളാണ്. അങ്ങനെയുള്ള ഒരു ധാരണയോടുകൂടി വേണം നമ്മുടെ ജീവിതത്തിനെ സമീപിക്കാൻ. ആ സാഹിത്യത്തിലായിരുന്നാലും ജീവിതത്തിലായിരുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിനകത്ത് പകയും അസ്വസ്ഥതയൊക്കെ ഒരുപാട് കുറയും. വെൻ യു സീ ദാറ്റ് യുവർ ഫ്രണ്ട് ഇസ് നോട്ട് ട്രീറ്റിംഗ് യു വെൽ. നമ്മളെ ചിലപ്പോൾ ഒരുപാട് പണി തരാറുണ്ട് നമ്മുടെ കൂട്ടുകാർ. നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ പലപ്പോഴും പലതരത്തിലുള്ള അനീതിയൊക്കെ നിരന്തരമുണ്ട്. അത് എല്ലായിടത്തും അങ്ങനെയാണ്. എവ്രിവെയർ ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് നമ്മൾ ആരെയും അമിതമായിട്ട് അങ്ങ് ആരാധിക്കാതിരുന്നാൽ നമുക്ക് വലിയ സങ്കടവും ഉണ്ടാവില്ല. അങ്ങനെ അത് നമ്മൾ എപ്പോഴും ഓർക്കണം. അത് സാഹിത്യ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം വില്യം വേർഡ്സ്വർത്തിനെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്നത് ശരി തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് എന്തോ ഒരു ആരാധനാമൂർത്തിയായിട്ട് ഒരുപാട് പേര് കാണാറുണ്ട്. ഇപ്പൊ ഈ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹിച്ച് പലരും എന്നോട് സംസാരിക്കുമ്പോൾ അവരെല്ലാം ഈ ഷേക്സ്പിയറിന്റെ വരികൾ കോട്ട് ചെയ്യുകയും വളരെ രോമാഞ്ചത്തോട് പറയുകയും ചെയ്യും. പക്ഷെ സൂക്ഷിച്ച് സംസാരിച്ച് വരുമ്പോൾ അദ്ദേഹം ഷേക്സ്പിയറിന്റെ ഒരു നാടകം പോലും വാസ്തവത്തിൽ വായിച്ചിട്ടില്ല. അപ്പൊ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആരാധിക്കാനൊന്നും തോന്നില്ല. നമുക്ക് വളരെ ഗഹനമായിട്ടും വളരെ ആഴത്തിലുള്ള പല കാര്യങ്ങളിലേക്കും നമ്മുടെ മനസ്സും ഒക്കെ ചിന്തയൊക്കെ പോകും. അപ്പൊ അത് ഫോർ യുവർ ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞാണ്. അപ്പൊ ഷേക്സ്പിയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹി വാസ് ബോൺ ഇൻ 1564. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയ വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ജനിച്ച വർഷവും മരിച്ച വർഷവും ഒക്കെ പ്രധാനമാണ്. 1564 he was born. We do not know exactly on the day on which he was born, but we believe that എവിടെയാണ് ബാപ്റ്റൈസ് എന്ന 26-ാം തീയതി അദ്ദേഹത്തിനെ ബാപ്റ്റൈസ് ചെയ്തതായിട്ട് റെക്കോർഡ് ഉണ്ട്. സോ വി ബിലീവ് ദറ്റ് he was born perhaps 3 days or 4 days before 26 ജനിച്ച ദിവസമല്ല, സ്നാനം പറ്റിയ പള്ളിയിലെ റെക്കോർഡാണ്. But he died on 23 April 1660 because we know that because his grave is still there. അതിനകത്ത് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. സോ അതാണ് ഷേക്സ്പിയറിന്റെ കാര്യം. He was born and dead. And he was born in Stratford upon Avon. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഇംഗ്ലണ്ടിൽ. ലണ്ടൻ സിറ്റിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു 3-4 മണിക്കൂർ ഡ്രൈവ് ചെയ്യേണ്ടി വരുമായിരിക്കും. സ്ട്രാറ്റ്ഫോർഡ് എന്ന് പറയുന്ന പട്ടണം ഒരുപാട് ആൾക്കാർ ടൂറിസ്റ്റുകളെല്ലാം ധാരാളം സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ ഈവൻ. അപ്പൊ ഇവിടെ നോക്കണം, യു ക്യാൻ സീ ദീസ് ഓൾഡ് ബിൽഡിംഗ്. ഈ പല ബിൽഡിങ്സും ഷേക്സ്പിയറിനെക്കാളും പഴക്കമുള്ളതാണ്. ഈ സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ഒക്കെ ഫോർ എക്സാമ്പിൾ യു ക്യാൻ സീ ദിസ് ബിൽഡിംഗ്. അതുപോലെ ഈ ബിൽഡിങ്സ് ഒക്കെ വളരെ വളരെ പഴയ ബിൽഡിങ്സ് ആണ്. അതേ സ്റ്റിൽ മെയിൻറ്റെയിൻ. അത് ഏകദേശം അന്നുണ്ടായിരുന്ന അതേ രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്യും. ഇത് ഇവിടെയൊക്കെ താമസിക്കാനൊക്കെ തന്നെ വളരെ എക്സ്പെൻസീവ് ആണ്. ഗവൺമെന്റ് വിൽ നോട്ട് ഗിവ് യു പെർമിഷൻ ടു ഡു എനി ചേഞ്ച്. ഒരു പൈപ്പ് മാറ്റണമെങ്കിൽ പോലും യു വിൽ നീഡ് മുനിസിപ്പാലിറ്റിയുടെ പെർമിഷൻ വേണം. ഇംഗ്ലണ്ടിലെ എല്ലാ സ്ഥലത്തുള്ള പഴയ ബിൽഡിങ്സ് അങ്ങനെയാണ് ആ റൂൾസ് അപ്ലൈ ചെയ്യുന്നത്. വെരി ഓൾഡ് ബിൽഡിംഗ്. ഇതൊക്കെ ഒരു പക്ഷേ 15-ാം നൂറ്റാണ്ടില് ഈ നമ്മൾ പറഞ്ഞ മേരിയുടെയും ഹെൻറി 8-ാമന്റെ കാലത്ത് ഉള്ള ബിൽഡിങ്സ് ആണ്. ഈ സൈഡിൽ കാണുന്ന കെട്ടിടമൊക്കെ അതിൽ വരുന്നത്. ഇപ്പൊ അത് എന്തെങ്കിലും കേട് പറ്റിയാൽ അതേ രീതിയിൽ തന്നെ അതിനെ റീകൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് സങ്കല്പം. ദിസ് ഇസ് ഷേക്സ്പിയേഴ്സ് ഈവൻ, സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ ഈവൻ. കൂടുതൽ ചിത്രങ്ങളില്ല. ഉണ്ടല്ലോ, നോക്കട്ടെ. ഇത് അവിടുത്തെ ഗിൽഡ് ഹാളാണ്. അന്നിരുന്ന അതേപോലെ തന്നെ അതിന്റെ റൂഫ് ടൈൽ ഇട്ടിട്ടുണ്ട് അവിടെ. ഈവൺ എന്ന് പറയുന്ന നദിയാണ്. ഈവൺ എന്ന പേരിൽ കുറെ നദികളുണ്ട് ഇംഗ്ലണ്ടിൽ. ഈവൺ എന്നുള്ള വാക്കിന് അർത്ഥം തന്നെ നദി എന്നാണ്. സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ ഈവൺ എന്ന് പറയുന്ന ഈവൺ എന്ന ഒരു നദിയുടെ തീരത്ത് സ്ട്രാറ്റ്ഫോർഡ് എന്നൊരു ടൗൺ ഉണ്ട്. അതാണ് നമുക്ക് പ്രധാനപ്പെട്ട ടൗൺ. സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ ഈവൺ. സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ ഈവന്റെ ഒരു പിക്ചറാണ്. ദിസ് ഇസ് ദ റിവർ ആൻഡ് ദി ടൗൺ ഗ്രോസ് അറൗണ്ട്. This building which is still there is supposed to be the house of birthplace of Shakespeare. We believe that Shakespeare was born in this building. ഈ ബിൽഡിങ്ങിൽ ജനിച്ചു നമ്മൾ കരുതുന്നു. 100% എവിഡൻസ് ഇല്ല.
ഇന്ന് അവിടെ സ്റ്റാറ്റ്ഫോർഡിൽ ഒരു വലിയ തിയേറ്റർ ഉണ്ട്, റോയൽ ഷേക്സ്പിയർ തിയേറ്റർ. അതിന്റെ ചിത്രമാണ് സ്റ്റാറ്റ്ഫോർഡ്. നദി ഒഴുകുന്നു. ഹൈ സ്ട്രീറ്റ്, റോയൽ തിയേറ്റർ, കോർട്ട്യാർഡ്, ഇതെല്ലാം അവിടുത്തെ തിയേറ്റേഴ്സ് ആണ്. ഷേക്സ്പിയർ ജനിച്ചു എന്ന് കരുതുന്ന കെട്ടിടത്തിന്റെ വേറൊരു വ്യൂ ആണിത്. അവിടെ സ്റ്റാറ്റ്ഫോർഡിൽ ദർസ് എ സ്റ്റാച്യു. ഞാൻ നേരത്തെ പറഞ്ഞ ഫോൾസ്റ്റാഫിന്റെ ഒരു പിക്ചറാണിത്, ഫോൾസ്റ്റാഫിന്റെ സ്റ്റാച്യു. ബിക്കോസ് സ്റ്റാറ്റ്ഫോർഡ് ഇസ് എ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇംഗ്ലീഷ് പീപ്പിൾ നോ ഹൗ ടു മാർക്കറ്റ് തിങ്സ് വെരി വെൽ. അവർ അതിന് ഒരു കംപ്ലീറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഷേക്സ്പിയറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് എക്സ്പീരിയൻസസ് ആഗ്രഹിച്ചു പോകുന്ന ആൾക്കാർക്ക് അതെല്ലാം കാണാനുള്ള അവസരമുണ്ട്. സ്റ്റാറ്റ്ഫോർഡ് റെയിൽവേ സ്റ്റേഷൻ, ഏവണിലെ ഒരു സീനാണ്. ദിസ് ഇസ് കിങ് എഡ്വേർഡ് ദി 6th ഗ്രാമർ സ്കൂൾ. ഈ സ്കൂളിന്റെ പേരാണ് ഗ്രാമർ സ്കൂൾ എന്ന് പറഞ്ഞാൽ അവിടെ ഗ്രാമർ പഠിപ്പിക്കുന്ന സ്കൂൾ എന്നല്ല. ദിസ് ഇസ് ദ സ്കൂൾ ഇൻ ദോസ് ഡേയ്സ്, ഇൻ 15th century, ഇമാജിൻ ദിസ് എ വെരി ഓൾഡ് ബിൽഡിംഗ്. ഷേക്സ്പിയറിന്റെ കാലത്തും അതിന് മുമ്പേ ഉണ്ടായിരുന്നതാണ്. അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആൻഡ് റിമെമ്പർ ദാറ്റ് ഷേക്സ്പിയർ മസ്റ്റ് ഹാവ് സ്റ്റഡീഡ് ഹിയർ. അപ്പൊ ഷേക്സ്പിയർ സ്റ്റാറ്റ്ഫോർഡ് അപ്പോൺ ഏവണിൽ ജനിച്ചു. അദ്ദേഹത്തിന് അച്ഛന്റെ പേര് ജോൺ എന്നായിരുന്നു, അമ്മയുടെ പേര് മേരി എന്നായിരുന്നു, ഒരു സംശയമുണ്ട്. എനിവേ അവരവിടെ ജനിച്ചു. ആൻഡ് ഷേക്സ്പിയർസ് ഫാദർ വാസ് എ റിലേറ്റീവ്ലി റിച്ച് മാൻ. ഹി വാസ് ഈ ഗ്ലൗ മേക്കർ ആയിരുന്നു, ഗ്ലൗസ് ഒക്കെ ഉണ്ടാക്കുന്ന ആളായിരുന്നു. റിച്ച് ഫാമിലി, തിരക്കില്ലാത്ത സമ്പന്നമായ ഫാമിലി. ബട്ട് അൺലൈക്ക് ഷോസർ, ഷേക്സ്പിയർ വാസ് ബോൺ ഇൻ എ വില്ലേജ്. സ്റ്റാറ്റ്ഫോർഡ് എന്നൊരു വില്ലേജ് ആയിരുന്നു. ഹി വാസ് ബോൺ ദേർ. ആൻഡ് ദർ ഇസ് നോ എവിഡൻസ് അബൌട്ട് ഹിസ് സ്കൂളിംഗ്. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് അങ്ങനെയൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ വി ബിലീവ് ദാറ്റ് because his father was wealthy and men of those days, boys, generally went to schools. അന്ന് അവർ സ്കൂളിൽ പോകുന്ന പതിവ് ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ സ്കൂൾ എന്ന് പറയുന്നത് ഇതാണ്, ഗ്രാമർ സ്കൂൾ എന്നാണ് പറയുന്നത്. അവിടെ ഗ്രാമർ സ്കൂൾ എന്ന് പറയാൻ കാരണം ഒരു പക്ഷേ they were taught much of the thing that was taught was Latin language. ലാറ്റിൻ ഭാഷ വളരെയധികം അവിടെ പഠിക്കണമായിരുന്നു. അത് കൂടുതലും ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് ആയിരുന്നു. അപ്പൊ അവിടെ പഠിച്ചിരുന്നത് ലാറ്റിനും മാത്തമാറ്റിക്സും പിന്നെ ബൈബിൾ, തിയോളജി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അന്ന് സ്കൂളിൽ കുട്ടികൾ പഠിച്ചിരുന്നത്. ആൻഡ് സ്കൂൾ എന്ന് പറയുന്നത് അന്ന് സന്തോഷമുള്ള ഒരു കാര്യമേ അല്ല. ഈ വളരെ നേരത്തെ, രാവിലെ അതിനേരത്തെ അവിടെ പോകണം, വളരെ വൈകിയേ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ, പരിക്കനായിട്ടൊരു കസേരയിൽ തണുപ്പൊക്കെ സഹിച്ചിരിക്കണം. വലിയ കഠിനമായിട്ടുള്ള ഒരു സംഗതിയാണ് സ്കൂളിംഗ്. ആൻഡ് ഓൺലി ബോയ്സ് വർ അലൗഡ് ടു ഗോ ടു സ്കൂൾ എന്തോ. അപ്പൊ ഇത് കുറച്ച് ഹിസ്റ്റോറിക് ബാക്ക്ഗ്രൗണ്ടിലൂടെ അറിയാനാണ്. ഷേക്സ്പിയറിന്റെ 7 stages of man എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം നിങ്ങൾ ചിലപ്പോൾ പഠിച്ചു കാണും. അതാണത്, നാടകത്തിന്റെ പേരെന്താ, ആസ് യു ലൈക്ക് ഇറ്റിലുള്ള ഒരു ഭാഗമാണെന്നാണ് എൻ്റെ ഓർമ്മ. വേർ ഹി ടോക്സ് അബൌട്ട് വൺ സ്റ്റേജ്, സ്കൂൾ ബോയുടെ ഒരു ചിത്രം അവിടെ അദ്ദേഹം പറയുന്നുണ്ട്. വിമുഖതയോടുകൂടി സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടിയുടെ ചിത്രം. അപ്പൊ അത് ഇങ്ങനത്തെ സ്കൂളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ആ കുട്ടികൾക്ക് വിമുഖത തോന്നിയത്. അപ്പൊ ഷേക്സ്പിയർ, ഞാൻ ഇത് വിനയം പറയാൻ കാരണം, there is one of Shakespeare's contemporaries, Robert Greene എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. He said that Shakespeare അദ്ദേഹമാണോ അത് പിൽക്കാലത്ത് അദ്ദേഹമാണെന്ന് പറഞ്ഞിട്ട് ജനറലി ഷേക്സ്പിയറിനെ കുറിച്ച് ഒരു ആരോപണമുള്ളത് he knew little Greek and less Latin എന്നാണ്. ഷേക്സ്പിയറിന് ലാറ്റിനും ഗ്രീക്കും ഒന്നും അറിയില്ലായിരുന്നു എന്ന് ഒരു ആരോപണം ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഹിസ്റ്റോറിയൻസിന്റെ കാഴ്ചപ്പാട്, നമുക്ക് പ്രൂഫ് ഇല്ല, ബട്ട് ഹിസ്റ്റോറിയൻസിന്റെ കാഴ്ചപ്പാട് ഷേക്സ്പിയർ ഹാഡ് എ കൺസിഡറബിൾ നോളജ് ഓഫ് ലാറ്റിൻ because he must have gone to this grammar school. മാത്രമല്ല അദ്ദേഹത്തിന്റെ എഴുത്തിൽ വായനയുടെ വലിയ സമ്പന്നത നമ്മൾ കാണുന്നുണ്ട്. And Shakespeare, but one thing we know for sure is that after schooling he did not go to a university. അന്ന് those people who had money would complete schooling and then the young men, only men, not women, അതും Anglo-Saxon upper class men മാത്രമേ അന്ന് സ്കൂളിങ്ങിന് അർഹത ഉണ്ടായിരുന്നുള്ളൂ. And they would go to either Oxford or Cambridge. ഓക്സ്ഫോർഡിന്റെയും കേംബ്രിഡ്ജ്, 2 പട്ടണങ്ങളാണ് ഈ ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും. അവിടെ ഒരു യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അതിന്റെ കീഴിലുള്ള ഒരുപാട് കോളേജുകളും ഉണ്ട്. ഇപ്പൊ കേരള സർവകലാശാല അതിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ പല കോളേജുകളും, വിമൻസ് കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ് ഒക്കെ ഉള്ളതുപോലെ ഉള്ള ഒരു സംഗതിയാണ്. അവന്റെ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഒറ്റ ഒരു സംഗതിയായിട്ട് കരുതരുത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ യൂണിവേഴ്സിറ്റി ഇസ് ദേർ ആൻഡ് ദർ ആർ മെനി കോളേജസ് ഇൻസൈഡ് ഇൻ ദ ടൗൺ ഓക്സ്ഫോർഡ്. അപ്പൊ അതാണ് ട്രിനിറ്റി കോളേജ്, ഓക്സ്ഫോർഡ് എന്നൊക്കെ പറയുമ്പോൾ പല കോളേജ്, അഫിലിയേറ്റഡ് കോളേജസ് ആണ്. യൂണിവേഴ്സിറ്റി കോളേജ്, കേരള യൂണിവേഴ്സിറ്റി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അതിന് ഒരുപാട് പഴയ ഒരു ട്രഡീഷനാണ് ഈ കേംബ്രിഡ്ജും ഓക്സ്ഫോർഡും. 2 സ്ഥലങ്ങളിലാണ് അന്ന് കൂടുതൽ ആൾക്കാർ. ഇന്ന് ഇംഗ്ലണ്ടിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഏതെന്ന് ചോദിച്ചാൽ അതൊന്നും ആകണമെന്നില്ല.
ലണ്ടനകത്ത് തന്നെ ലണ്ടൻ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഇംഗ്ലണ്ടിൽ ഇന്നുണ്ട്. സോ ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജ് പഠിച്ച ആൾക്കാർ ആണ് അന്ന് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ആയിട്ടാണ് ഷേക്സ്പിയർ ഒരുപക്ഷെ കമ്പീറ്റ് ചെയ്തിരുന്നത്. വെൻ ഹി ഓക്കെ, അത് അതിലോട്ട് ഐ കം ടു ദാറ്റ് ആൻഡ് ലെറ്റ് മീ ചെക്ക് സംതിങ്. ഓക്കെ, ഇത് ഗിൽഡിന് വേറെ എന്തെങ്കിലും പടങ്ങളുണ്ടോ നോക്കാം. സ്റ്റാറ്റ്ഫോർഡ് ട്രിനിറ്റി, ഇതാണ് അവിടുത്തെ പ്രധാന പള്ളി, ഹോളി ട്രിനിറ്റി ചർച്ച്, ആൻഡ് ദാറ്റ് ഇസ് വേർ ഷേക്സ്പിയർ ഇസ് വെരി. ഷേക്സ്പിയറിന്റെ ഭാര്യ ആൻ ഹാത്തവേയുടെ വീടും അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. അത് വെച്ച് ഞാൻ അവിടെ പോയിട്ടില്ല എന്നുള്ളതാണ് വേറെ രസം. ഐ ഡിഡ്ന്റ് വാണ്ട്, ഐ ഹാവ് നെവർ വിസിറ്റഡ് സ്റ്റാറ്റ്ഫോർഡ്, ദോ ഐ ഹാവ് വിസിറ്റഡ് ഇംഗ്ലണ്ട് സെവറൽ ടൈംസ്. സ്റ്റാറ്റ്ഫോർഡിൽ പോകണമെന്ന് ഇതുവരെ തോന്നിയില്ല, because there are so many other things to explore in England, very very historically important things which ഇത് കൂടുതൽ ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ് ഷേക്സ്പിയറിന്റെ സ്റ്റാറ്റ്ഫോർഡ് എന്ന് പറയുന്നത്. അതുപോലെ what were we talking about? We are talking about Shakespeare. Now ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏർലി ലൈഫിലോട്ട് വരാം. അദ്ദേഹം this is believed to be his house. His father was John and mother, as I remembered, was മേരി ആർഡൻ എന്നാണ് ഷേക്സ്പിയറിന്റെ അമ്മയുടെ പേര്. ഒരു ഷേക്സ്പിയർ നാടകങ്ങളുടെ പ്രശസ്തമായ ഒരു എഡിഷൻ ഉണ്ട്, ആർഡൻ ഷേക്സ്പിയർ എന്ന് പറയും. അത് ആ പബ്ലിഷിംഗ് സീരീസ് ആർഡൻ എന്നാണ് പറയുന്നത്, ആർഡൻ ഷേക്സ്പിയർ. അത് ഇവരുടെ പേരിന് ബേസിസ് ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല, അങ്ങനെ ഒരു സീരീസ് ഉണ്ട്, ആർഡൻ ഷേക്സ്പിയർ. സോ മേരി ആൻഡ് ജോൺ ആണ് എന്റെയും മേരിയുടെയും മകനായിട്ടാണ് ജനിച്ചത്. ഈ വാസ് അഫ്ലുവൻ്റ് ആയിരുന്നു, അങ്ങനെ സ്കൂളിലൊക്കെ പഠിച്ചിരിക്കാം എന്നൊക്കെ കരുതാം. എന്നിട്ട് പക്ഷേ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഷേക്സ്പിയർ കുറച്ച് മുതിർന്നതിന് ശേഷം അച്ഛൻ്റെ സാമ്പത്തിക സ്ഥിതിയിലൊക്കെ ക്ഷയമുണ്ടായി. സോ ഫാദർ ബിക്കെയിം ഇംപോവറിഷ്ഡ്. അതുകൊണ്ടായിരിക്കാം അയാൾ ഈ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഓക്സ്ഫോർഡിലോ കേംബ്രിഡ്ജിലോ പോകാൻ പറ്റാത്തത്. ബിക്കോസ് ഹിസ് ഫാദർ, ഇതിനൊക്കെ ഡോക്യുമെന്റ്സ് ഉണ്ട്, കാരണം ഇതൊരു ചെറിയ പട്ടണമാണ്, അവിടുത്തെ പഴയ ഡോക്യുമെന്റ്സ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. ഷേക്സ്പിയറിനെ സ്ഥാനപ്പെടുത്തിയ രേഖയൊക്കെ ഇപ്പോഴും ആ ഡോക്യുമെന്റിൽ, ആ രേഖകൾ നമുക്ക് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ആർക്കൈവിൽ. So that's so we know for sure all those things. അപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛന് പദവി നഷ്ടപ്പെടുകയും കുറച്ച് ദാരിദ്ര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്തതായിട്ടൊക്കെ നമുക്ക് റെക്കോർഡിൽ കാണാം. ആൻഡ് ദെൻ when Shakespeare was 18 years old, he married Anne Hathaway. ആൻ ഹാഥവേയെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ഷേക്സ്പിയർ വിവാഹം, അത് നാട്ടുകാരിയാണ്. ഷീ വാസ് അറ്റ് ദാറ്റ് ടൈം 26 years old. ഇപ്പോൾ 8 വയസ്സിന് മുതിർന്ന സ്ത്രീ. Yeah, Shakespeare married a lady who was a bit senior to him. But ഇത് മാത്രമല്ല, it is said that when the day they got married, she was pregnant. ഇങ്ങനെയൊക്കെ നമുക്ക് ചില വിവരങ്ങൾ നമുക്കുണ്ട്. കാരണം അവർ മക്കളുടെ ജനന തീയതി വെച്ചിട്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇത് ഷേക്സ്പിയറിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, when you read the biography of Shakespeare, you might feel awkward that he should marry such a senior woman. അതൊന്നും അത്രയും മുതിർന്ന സ്ത്രീയെ കല്യാണം കഴിച്ചപ്പം പ്രഗ്നന്റ് ആയിരുന്നു, മോശമാണ്, ഇമ്മോറൽ ആണെന്നൊക്കെ നമുക്ക് തോന്നുന്നു. പക്ഷെ വാസ്തവത്തിൽ റിമെമ്പർ ചെയ്യേണ്ടത് ഇന്നത്തെ കാലമല്ല. ദിസ് വാസ് 16th century and these kind of things were very common. It was very common for a man to marry a much senior woman, and it was very common for people to become pregnant and even have a child before getting married. കുഞ്ഞുമായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന സാഹചര്യമൊക്കെ അന്ന് ഉണ്ട്. ആൻഡ് ഓൾസോ യു ഷുഡ് റിമെമ്പർ, നമ്മൾ ഈ കാലഘട്ടത്തിൽ വെസ്റ്റേൺ സംസ്കാരത്തിൽ കൂടുതലും വിവാഹം എന്നൊക്കെ പറഞ്ഞ് കുടുംബം നിശ്ചയിക്കുന്ന കല്യാണം. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പോപ്പുലർ ആയിട്ടുള്ള അറേഞ്ച്ഡ് മാരേജ് നമ്മൾ വിളിക്കുന്ന ആ സംഗതിയാണ് അന്ന് കൂടുതലും ഉണ്ടായിരുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ അത്ര കോമൺ അല്ലാതെ അല്ല. ഷേക്സ്പിയറിന്റെ മക്കൾ, ആദ്യം സൂസന്ന എന്നൊരു കുട്ടി ജനിച്ചു. ദെൻ അദ്ദേഹത്തിന് ഇരട്ട മക്കൾ, ഹാംനെറ്റ് എന്നും ജൂഡിത്ത് എന്നും 2 ഇരട്ട കുട്ടികളുണ്ടായി. പക്ഷേ ഇവരെല്ലാം വളരെ ചെറുതിലെ മരിച്ചും പോയി. അതുകൊണ്ട് വാസ്തവത്തിൽ ഷേക്സ്പിയറിന്റെ കുലം അദ്ദേഹത്തോടുകൂടി നിന്നുപോയി. അദ്ദേഹത്തിന്റെ മക്കളോ ചെറുമക്കളോ ഒന്നും പിൽക്കാലത്ത് അവശേഷിച്ചില്ല. അദ്ദേഹത്തിന്റെ ഒരു മകന്റെ പേര് ഹാംനെറ്റ് എന്നാണ്. വളരെ ചെറുതായിരിക്കുമ്പോഴേ മരിച്ചുപോയ കുട്ടിയാണ്. അവന്റെ ഓർമ്മയ്ക്കായിരിക്കണം ഷേക്സ്പിയർ ഒരു പക്ഷേ ഹാംലെറ്റ് എന്നുള്ള നാടകം എഴുതിയതെന്നൊക്കെ കരുതാറുണ്ട്. ഹാംലെറ്റ് ഒക്കെ എഴുതുന്ന സമയത്ത് ഷേക്സ്പിയർ വാസ് വെരി അൺഹാപ്പി ആൻഡ് കുഡ് ബി ബിക്കോസ് ഓഫ് ഹിസ് സൺസ് ഡെത്ത്, വി ഡു നോട്ട് നോ. അതാണ് ഷേക്സ്പിയറിന്റെ ഒരു കാര്യം. ആൻഡ് ദെൻ ഷേക്സ്പിയർ എൻ്റെ ഒരു കുറെ നാള് അദ്ദേഹം എന്ത് പറ്റിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ലോസ്റ്റ് ഇയേഴ്സ് എന്ന് പറയും. ഷേക്സ്പിയറിന്റെ ഈ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് ഇവിടെ പറയുന്നത് ലോസ്റ്റ് ഇയേഴ്സ്. അദ്ദേഹം 1588 മുതൽ
1589 വരെയുള്ള കുറച്ച് പീരീഡ്, അത്ര കുറച്ചുകൂടെ ഉണ്ട്. 85 ഇതാണ് 1585 മുതൽ 1592 വരെയുള്ള പീരീഡ് ഷേക്സ്പിയർ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് നമുക്ക് ഒരു അറിവുമില്ല. ഇത് ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്, വളരെ വളരെ പ്രശസ്തമായതുകൊണ്ട്. ബിക്കോസ് ഷേക്സ്പിയർ സോ ഫേമസ്, ദീസ് ലിറ്റിൽ ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ ഷുഡ് ബി നോൺ ബൈ ഇംഗ്ലീഷ് സ്റ്റുഡൻസ്. കാരണം ആ പീരീഡ് ലോസ്റ്റ് ഇയേഴ്സ് എന്ന് പറയും. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ലോസ്റ്റ് ഇയേഴ്സ് എന്നുള്ള പ്രയോഗം കണ്ടാൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി അറിയണം അത് ഷേക്സ്പിയറിന്റെ ജീവിതത്തിലെ ഒരു കാലഘട്ടത്തെ കുറിച്ചാണ്. അപ്പം വി ഡു നോട്ട് നോ ഈ പീരീഡിൽ ഷേക്സ്പിയർ എവിടെയായിരുന്നു ആർക്കും അറിയില്ല. പല പല തിയറീസ് ഉണ്ട്. യൂറോപ്പിൽ പര്യടനം നടത്തുകയായിരുന്നു, എവിടെ ഒളിച്ച് താമസിക്കുകയായിരുന്നു, ഇങ്ങനെ ഒരുപാട് തിയറീസ് ഉണ്ട്. ഷേക്സ്പിയർ ഏതോ ഒരു മാനിനെ കൊന്നിട്ട് അതുകൊണ്ട് ഒളിച്ചോടിപ്പോയി എന്നൊക്കെ ഉണ്ട്. മാനിനെ കൊല്ലാനായിട്ടുള്ള അവകാശമാണ് സാധാരണക്കാർക്ക് ഉണ്ടായിരുന്നില്ല, ഇന്നുമില്ല. അത് മാൻ എന്ന് പറയുന്നത് എസ്റ്റേറ്റ്സിലൊക്കെ വളർത്തും, അതിനെ ഷൂട്ട് ചെയ്യാനായിട്ട് ആ പ്രത്യേകം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്ക്. ഇന്ന് ഇപ്പം സപ്പോസ് യു ഹാവ് എ ബിഗ് എസ്റ്റേറ്റ് ആൻഡ് യു ആർ അലൗഡ് ടു കീപ് ഡിയർ, അത് കൊല്ലാനായിട്ട് ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് അത് പറ്റുള്ളൂ. അതിന് ചില പ്രൊസീജിയറൊക്കെ ഉണ്ട്. അന്നത്തെ കാലത്ത് അതങ്ങനെയല്ല, വേട്ടയാടാൻ വേണ്ടി തന്നെ ഉള്ളതാണ്. പക്ഷെ വേട്ടയാടാനുള്ള അവകാശം ചില ഉന്നത കുലജാതരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷേക്സ്പിയർ ഈസ് സപ്പോസ് ടു ഹാവ് പോച്ചിങ്, അനധികൃതമായി വേട്ടയാടുന്നതിനാണ് പോച്ചിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ കാട്ടുപന്നിയെ കൊന്നാൽ അത് പോച്ചിങ് ആണ്, കാരണം ഇറ്റ്സ് കൊല്ലാൻ അനുവാദം ഇല്ലാത്ത ഒരു മൃഗമാണ്. പക്ഷെ അന്നത്തെ കാലത്ത് ഏത് മൃഗത്തിനെ കൊല്ലാം, പക്ഷെ അത് അതിന് അവകാശമുള്ളവർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അന്ന് ഈ പോച്ചിങ് എന്നൊക്കെ പറഞ്ഞ അന്നത്തെ കാലത്ത് ഒരു കോമൺ ആയിട്ട് വരുന്ന സംഗതിയാണ്. ദെൻ സഡൻലി ഷേക്സ്പിയർ 1596 മുതൽ നമുക്ക് പെട്ടെന്ന് ഷേക്സ്പിയറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പിന്നെ കിട്ടുന്നുണ്ട്. ബിക്കോസ് അപ്പൊ അത് സ്റ്റാറ്റ്ഫോർഡിലൊന്നും അല്ല, മച്ച് ഫാർ അവേ ഫ്രം സ്റ്റാറ്റ്ഫോർഡ്, ഇൻ ദ സിറ്റി ഓഫ് ലണ്ടൻ വി ഹിയർ അബൌട്ട് ദിസ് മാൻ റോബർട്ട് ഗ്രീൻ. അദ്ദേഹത്തിന്റെ ഒരു പാംഫ്ലെറ്റിൽ, ഗ്രോട്ട്സ് വർത്ത് ഓഫ് വിറ്റ് എന്ന് പറഞ്ഞൊരു പാംഫ്ലെറ്റിൽ, അതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ഒരു പിക്ചറാണിത്. ഇൻ 1592 അദ്ദേഹം ഇങ്ങനെ എഴുതിയിരുന്നു: "There is an upstart crow, beautified with our feathers, and with his tiger's heart wrapped in a player's hide, supposes he is well able to bombast out our blank verse as the best of you, and being an absolute Johannes factotum, is in his own conceit the only shake seen in the country." അങ്ങനെ ഷേക്സ്പിയറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, പരിഹസിച്ചുകൊണ്ട് എഴുതിയ ഒരു ലേഖനത്തിലാണ് ആദ്യമായിട്ട് നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പിന്നെ കിട്ടുന്നത്. അതായത് കല്യാണം, മക്കളുടെ സ്ഥാനം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഷേക്സ്പിയറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉള്ളത് ഇവിടെയാണ്. ദാറ്റ് ഇസ് ഫൗണ്ട് ഇൻ ഗ്രോട്ട്സ് വർത്ത് ഓഫ് വിറ്റ് എന്ന് പറയുന്ന ഒരു പാംഫ്ലെറ്റിലാണ് എഴുതിയത് റോബർട്ട് ഗ്രീൻ. അത് എഴുതി അടുത്ത വർഷം റോബർട്ട് ഗ്രീൻ മരിക്കുകയും ചെയ്തു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഈ റോബർട്ട് ഗ്രീനും തോമസ് മാർലോ, തോമസ് നാഷ് തുടങ്ങി കുറച്ച് ആൾക്കാർ, ദേ ആർ ഫേമസ് ആസ് ദി യൂണിവേഴ്സിറ്റി വിറ്റ്സ്. അവരെല്ലാം യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസമുള്ള ഒരു കൂട്ടം ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഷേക്സ്പിയറിന് സ്വാഭാവികമായും അത്ര ഇഷ്ടമല്ലായിരുന്നു എന്ന് കരുതാം. ഈ പറഞ്ഞ സാധനം ടൈഗേഴ്സ് ഹാർട്ട് റാപ്ഡ് ഇൻ പ്ലേയേഴ്സ് ഹൈഡ് ആണ് നമുക്ക് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. കാരണം അത് ഷേക്സ്പിയറിന്റെ വരികളാണ്. അദ്ദേഹം ഹെൻറി ദ സിക്സ്ത് എന്ന് പറയുന്ന നാട്, 3 പാർട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആൻഡ് ദിസ് ലൈൻ ഒക്കേഴ്സ് ഇൻ ഹെൻറി ദ സിക്സ്ത് പാർട്ട് 3. അപ്പൊ അതുകൊണ്ട് ഇത് ഷേക്സ്പിയറിനെ കുറിച്ചുള്ള റെഫറൻസ് ആണെന്ന് നമുക്ക് ആധികാരികമായി ഉറപ്പിക്കാൻ കഴിയും. സോ ഇവിടെ 2 ചോദ്യങ്ങളുണ്ട്. വൺ ഇസ് about Shakespeare's children. Shakespeare had 3 children. One is Susanna, one is Hamlet, and other is Judith. Both Susanna and Judith lived to get married. അവർക്ക് മക്കളൊക്കെ ഉണ്ടായി തോന്നുന്നു എന്നുണ്ട്, പക്ഷെ അവരാരും ജീവിച്ചിരിപ്പില്ലെന്നേ ഉള്ളൂ. ഹാംലെറ്റ് ആണ് ചെറുതിലെ മരിച്ചുപോയ കുട്ടി. ആൻഡ് അബൌട്ട് യൂണിവേഴ്സിറ്റി വിറ്റ്സ്, അത് യൂണിവേഴ്സിറ്റി വിച്ച് റിഫേഴ്സ് ടു ദി 16th century ഇംഗ്ലീഷ് പ്ലേ റൈറ്റ്. 16th century ഷേക്സ്പിയറിന്റെ കാലം നാടകത്തിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും വരുന്ന ഇത്രയും പേരാണ്: ക്രിസ്റ്റഫർ മാർലോ, റോബർട്ട് ഗ്രീൻ, തോമസ് നാഷ്, ജോൺ ലില്ലി, തോമസ് ലോഡ്ജ്, ജോർജ് പീൽ ആൻഡ് തോമസ് കിഡ്. ചിലപ്പോൾ അതിനകത്ത് പെടുത്താറുണ്ട്. ഇങ്ങനെ ഓർത്താൽ മതി. ദീസ് ആർ ദി കണ്ടംപററീസ് ഓഫ് ഷേക്സ്പിയർ, കണ്ടംപററി പ്ലേ റൈറ്റ്സ് ഓഫ് ഷേക്സ്പിയർ. ഷേക്സ്പിയറിന്റെ സമകാലീനരായിട്ടുള്ള ഇംഗ്ലീഷ് നാടകകൃത്തുക്കളാണ് ഇവരൊക്കെ. But the speciality is that they were all educated in different universities. Particularly they are from Oxford and Cambridge. Oxford, Cambridge, നേരത്തെ ഞാൻ പറഞ്ഞു, ആ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. ഷേക്സ്പിയർ ഡിഡ് നോട്ട് ഹാവ് ദാറ്റ്. അതുകൊണ്ട് ഷേക്സ്പിയർ ഇവരുമായിട്ടൊന്നും അത്ര നല്ല ബന്ധത്തിലായിരുന്നു നമുക്ക് അറിയില്ല. ഏതായാലും അവർ കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നു. നാടകത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ പോകുന്നുള്ളൂ.
ഇതില് തോമസ് കിഡിന്റെ ഒരു നാടകം സ്പാനിഷ് ട്രാജഡി വളരെ ഫേമസ് ആണ്. ആൻഡ് ക്രിസ്റ്റഫർ മാർലോ ആണ് ഇക്കൂട്ടത്തിൽ ഉള്ള ഏറ്റവും പ്രതിഭയുള്ള എഴുത്തുകാരൻ ഷേക്സ്പിയർ കഴിഞ്ഞാൽ. അതുകൊണ്ട് സം പീപ്പിൾ ബിലീവ് ദാറ്റ് ഷേക്സ്പിയർ ആൻഡ് മാർലോ ആർ ദ സെയിം പേഴ്സൺ എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എനിവേ മാർലോ വളരെ പ്രതിഭാധനനായ ഒരു എഴുത്തുകാരനായിരുന്നു. ബട്ട് ഹി ഡൈഡ് വെരി യങ്. മാർലോ എത്ര വയസ്സിൽ മരിച്ചു? ഓൺലി 29, 29 വയസ്സിലെ മരിച്ചുപോയ ആളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് പ്രതീക്ഷിക്കാൻ ഒരുപാട് ഉണ്ടായിരുന്നു. ബട്ട് ഹി ഡൈഡ്. അദ്ദേഹം ഒരു നിങ്ങൾക്ക് അത് പഠിക്കാനുള്ളതുകൊണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അദ്ദേഹം ഒരു ഹി വാസ് സ്കിൽഡ് ഇൻ എ ഫൈറ്റ്. ഇവരാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് അറിയപ്പെടുന്ന ആൾക്കാർ. Now we come to Shakespeare and let's quickly go through. But Shakespeare was discovered, we have documents saying that Shakespeare was in London at that time. He പറഞ്ഞ 92 മുതൽ അദ്ദേഹം ഇംഗ്ലണ്ടിലുണ്ട്. And then we find that he was very much involved in dramatic production in England, in London. But the important thing is, at that time, Shakespeare made money, and Shakespeare was famous, or rather successful, not as a playwright as he is respected today. ഒരു കവിയായിട്ട് എന്നുള്ളതിനെക്കാളും he was a successful businessman. ഷേക്സ്പിയർ വളരെ സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ്മാൻ ആയിരുന്നു. അത് റെയർ ആണ്. ഒരു കലാകാരൻ നല്ലൊരു ബിസിനസ്മാനും കൂടെ ആകുന്നത് വളരെ അപൂർവം സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് ഒരു അപൂർവ പ്രതിഭയാണ് ഷേക്സ്പിയർ എന്ന് പറയാം. ബിക്കോസ് ഹി വാസ് എ വെരി വെരി വളരെ സമർത്ഥനായ ഒരു ബിസിനസ്മാൻ ആണ്. വി ഹാവ് മെനി ഡോക്യുമെന്റ്സ് ഇൻ ഇംഗ്ലണ്ട്, ലണ്ടൻ ടുഡേ വിത്ത് ഹിസ് സിഗ്നേച്ചർ. അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ ഉള്ള 7 ഡോക്യുമെന്റ്സോ മറ്റോ ഉണ്ട്. അതിൽ ഒന്ന് അദ്ദേഹത്തിന്റെ വിൽപത്രമാണ്. അല്ലാതെ അദ്ദേഹം വസ്തു വാങ്ങിക്കുകയും ഇടപെടലുകൾ ചെയ്യുന്നതിൻ്റെയൊക്കെ രേഖകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് ഒക്കെ ചെയ്തു. വാട്ട് ഇസ് എ ബിസിനസ്? അത് നാടകമാണ് അദ്ദേഹത്തിന്റെ ബിസിനസ്. നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ പോലെ അന്നത്തെ ഇൻഡസ്ട്രി ഡ്രാമ ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ടാണ് ആ നാടകത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ റോബർട്ട് ഗ്രീനുമായിട്ടൊക്കെ പുള്ളി പ്രശ്നത്തിലൊക്കെ ഇടപെടാനുണ്ടായത്. സ്വന്തമായി he along with his a few others, he created his own drama company, സ്വന്തമായിട്ട് നാടക കമ്പനി, തിയേറ്റർ ഒക്കെ സ്വന്തമായിട്ട്. അത് സ്വന്തം ഒറ്റയ്ക്കല്ല, അതായത് ചില കൂട്ടുകാർ ചേർന്ന് ഷെയർ എന്താ പറയുക പാർട്ട്ണർഷിപ്പിലൊക്കെ അദ്ദേഹം നാടക തിയേറ്റർ കമ്പനിയൊക്കെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും 2-3 നാടക തിയേറ്റേഴ്സ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ഒരു പക്ഷേ ദ ഗ്ലോബ് തിയേറ്റർ ആണ്. ഷേക്സ്പിയേഴ്സ് ഗ്ലോബ് എന്ന് പറയുന്ന തിയേറ്റർ. അത് സദാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ചോസറിന്റെ ആൾക്കാർ ദി 31 pilgrims stayed in an inn called Tabard in Sadak. ഈ സദാക്ക് എന്ന് പറഞ്ഞ സ്ഥലം അന്നത്തെ, അതായത് ഈ ഡ്രാമ വാസ്, ആസ് ഐ സെഡ്, വാസ് വെരി പോപ്പുലർ. ബട്ട് പീപ്പിൾ, അത് ഈ ഹിപ്പോക്രസി എന്ന് പറയുന്ന അന്ന് നമ്മളോടുള്ള ഒരു കാര്യമാണ്. ഡ്രാമ വാസ് വെരി പോപ്പുലർ, ബട്ട് പീപ്പിൾ കൺസിഡർ ഡ്രാമ ആസ് എ കൈൻഡ് ഓഫ് ഇമ്മോറൽ. ഇപ്പൊ നാടക കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, നാടകത്തിൽ അഭിനയിക്കുന്നവർ, ഇവരൊന്നും അത്ര വലിയ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നില്ല. ദേ വർ കൺസിഡർഡ് ടു ബി ഡൂയിങ് സം ഷെയ്ഡി ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ. കുറച്ചൊക്കെ ശരിയുമാണ്. കാരണം നാടക കമ്പനി എന്ന് പറയുന്ന നാടകം തിയേറ്റർ എന്ന് പറയുന്നത് വാസ് ഓൾസോ എ പ്ലേസ് വെയർ പ്രോസ്റ്റിറ്റ്യൂഷൻ വാസ് ഹാപ്പനിങ്, ആൽക്കഹോൾ വാസ് ബീയിങ് സോൾഡ്. അങ്ങനെ പിന്നെ കള്ളന്മാര് വന്നിട്ട് അവരുടെ അടുത്ത പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നതെല്ലാം ഈ നാടക നടക്കുന്ന സ്ഥലത്താണ്. സോ യു ക്യാൻ ഇമാജിൻ ഹൗ റഫ് തിങ്സ് മൈറ്റ് ഹാവ് ബീൻ ദാറ്റ് ടൈം. അപ്പൊ അതുകൊണ്ട് അത് ഈ സദാക്ക് എന്ന് പറഞ്ഞ സ്ഥലം ഈ തെംസ് നദിയുടെ മറു സൈഡാണ്. അത് ലണ്ടനിലെ പ്രധാന ഭാഗത്തിന്റെ മറുകരയാണ്. അവിടെയാണ് ഈ തരത്തിലുള്ള സമ്പ്രദായങ്ങളൊക്കെ അന്ന് അലോ ചെയ്തിരുന്നത്. സദാക്കും അതുപോലെയുള്ള സിറ്റിയിൽ നിന്ന് മാറിയുള്ള സ്ഥലങ്ങൾ, where the theaters were allowed, brothels were functioning and many taverns were also functioning. ഗ്ലോബ് എന്ന് പറയുന്നത് ഷേക്സ്പിയറിന് പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്ന തിയേറ്ററാണ്. അത് കത്തിപ്പോയി. And in 1996 a new Globe theater was constructed on the shore of Thames, the river Thames. The history നോക്കാം. ഇതാണ് പഴയ ഗ്ലോബിന്റെ ചിത്രം. അതിന്റെ മാപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് ദിസ് ഇസ് ദ ഓൾഡ് ഗ്ലോബ്. ആൻഡ് ടുഡേ വി ഹാവ്, ഇത് ഗ്ലോബ് തിയേറ്റർ ഇരുന്നിരുന്ന സ്ഥലമാണ് ലണ്ടനിലെ. ടെംസ് നദിയുടെ ഒരു തീരത്താണ്, വളരെ അടുത്താണ് ടെംസ് റിവറിന്റെ. ഇവിടെ ഇതിനെ കുറച്ച് മാറിയിട്ടാണ് മോഡേൺ ഡേ ഗ്ലോബ് തിയേറ്റർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇന്നൊരു ഗ്ലോബ് തിയേറ്റർ ഉണ്ട്, ഇത് ചിത്രമില്ല.
ഒരു ഗ്ലോബ് എന്നൊരു തിയേറ്റർ ഇന്നുണ്ട്, വിച്ച് ഇസ് 1997 വളരെ സമീപകാലത്ത് ഉണ്ടാക്കിയ ഒരു തിയേറ്ററാണ്. അതിലിപ്പോഴും ഇപ്പൊ ലോക്ക്ഡൗൺ കോവിഡ് ആയതുകൊണ്ട് അടച്ചിട്ടിരുന്നു. പക്ഷെ ഐ തിങ്ക് ദേ ഹാവ് സ്റ്റാർട്ടഡ് ഡ്രാമ അഗെയിൻ. സോ യു ക്യാൻ ആക്ച്വലി ഗോ ആൻഡ് വളരെ ഷേക്സ്പിയറിന്റെ കാലത്തുണ്ടായിരുന്ന ഗ്ലോബിന്റെ അതേ രീതിയിൽ അതേ ഡിമെൻഷൻസിൽ ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു തിയേറ്ററാണ്. ഇതാണ് പഴയ കാലത്തുള്ള തിയേറ്ററിന്റെ ഒരു ക്രോസ് സെക്ഷൻ. അതിന്റെ പിക്ചർ ഹിയർ. ലെറ്റ് us look at theater during Shakespeare's time. ഇത് നമ്മൾ ഇതൊരു റൗണ്ട്, കംപ്ലീറ്റ്ലി റൗണ്ട് ആയിരിക്കും. ഇത് നമുക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ മുറിച്ചിരിക്കുന്നതാണ്. You can imagine that here is an open stage. Our theater is the central part is totally open. The stage is open, so the actors would stand out. They would stand on a platform. See, there's a platform, and on all the three sides of the platform, people would sit. Sit alla stand. ഇത് ആൾക്കാർ നിൽക്കുകയാണ് ചെയ്യുന്നത്, ചുറ്റും നിൽക്കും. അപ്പൊ നാടകം അഭിനയിക്കുന്ന ആൾക്കാരുടെ വളരെ അടുത്ത് ജനങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. കാരണം സ്റ്റേജ് ഇങ്ങനെ തള്ളിയാണ് നിൽക്കുന്നത്. സ്റ്റേജ് പ്രൊട്രൂഡ് ഇൻടു ദി ഓഡിയൻസ്. അപ്പൊ ഇവിടെ ഒരുപാട് പേർക്ക് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. പിന്നെ ചുറ്റും ഗാലറീസ് ഉണ്ട്, 3 നില ഗാലറീസ് ഉണ്ട്. അവിടെയൊക്കെ ആൾക്കാർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പൊ ഇതിനകത്തെല്ലാം ചില നാടകങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പ്രോസിക്യൂഷനും അങ്ങനെയുള്ള പല കലാപരിപാടികളും ഈ ഭാഗങ്ങളിലൊക്കെ അന്ന് നടന്നിരുന്നു, ഈ എല്ലായിടത്തും അങ്ങനത്തെ ഡീലുകൾ. ആൻഡ് അബൌട്ട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ലൈക്ക് സ്മഗ്ലിംഗ്, റോബറി, ഇതെല്ലാത്തിൻ്റെയും ചില സ്ഥലങ്ങളും ഒക്കെ ആയിരുന്നു അന്നത്തെ തിയേറ്റർ. അപ്പൊ അങ്ങനെ നമുക്ക് നൗ യു ക്യാൻ ഇമാജിൻ വാട്ട് കൈൻഡ് ഓഫ് എ സിറ്റുവേഷൻ ഷേക്സ്പിയർ വർക്ക്. നമ്മളിന്ന് ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗ്ലാമറും അതിൻ്റെ ഒരു റൊമാൻറ്റിക് ആസ്പെക്റ്റും ആ ഭംഗിയുമാണ് നമ്മുടെ ഓർമ്മ വരുന്നത്. പക്ഷേ ഷേക്സ്പിയർ ആക്ച്വലി വാസ് വർക്കിംഗ് ഇൻ എ വെരി real, hard and what shall we say, very competitive kind of situation. ഇത് മൊത്തത്തിൽ ഏകദേശം ഇതുപോലെ ഇരിക്കും തിയേറ്റർ കണ്ടത്. ഷേക്സ്പിയറിന്റെ ഗ്ലോബ് അന്നത്തെ കാലത്ത് ഏകദേശം ഇങ്ങനെ ഇരുന്നിരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. ആൻഡ് ലുക്ക് അറ്റ് ഇതിന്റെ ഉൾഭാഗത്ത് ഗാലറീസ് ഉണ്ട്. ആൻഡ് ഹിയർ ദ സ്റ്റേജ് ഇസ് ഓൾസോ എ സ്ലൈറ്റ്ലി ഇൻട്രസ്റ്റിംഗ് പ്ലേസ്. ദർ ഇസ് നോ പ്രോപ്സ്, ദർ വിൽ ബി നോ ഡെക്കറേഷൻ, കട്ടിലോ അങ്ങനെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടിടുന്നേ ഉള്ളൂ. പക്ഷെ മുകളിലൊരു ഗാലറി പോലത്തെ സ്ഥലമുണ്ട്. അപ്പൊ ജനലിൽ ആരെങ്കിലും വരുന്നതായിട്ട് കാണിക്കുന്നതിൽ ഇവിടെ പ്രത്യക്ഷപ്പെടും. കോട്ടയുടെ മുകൾ ഭാഗമായിട്ടൊക്കെ ഇവിടെ ഇങ്ങനെ കാണിക്കും. ഇപ്പൊ ഹാംലെറ്റിലെ ഗോസ്റ്റ് വരുന്നതൊക്കെ ഈ മുകളിലാണ് വരുന്നത്. ഈ മുകളിൽ കൂടെ ആയിരിക്കും പട്ടാളക്കാർ ഇങ്ങനെ നടക്കുന്നതും ഗോസ്റ്റിനെ കാണുന്നതൊക്കെ. റോമിയോ ആൻഡ് ജൂലിയറ്റ്, റോമിയോ ഇവിടെ നിൽക്കും, ഇവിടെയാണ് ജൂലിയറ്റ് പ്രത്യക്ഷപ്പെടുന്നത്, അത് അവളുടെ വീട്ടിലെ ജനലായിട്ട്. അങ്ങനെയൊക്കെ കരുതുന്ന ഒരു ഗാലറി ഉണ്ട്. പിന്നെ ഇതിന്റെ സൈഡിൽ ഓർക്കസ്ട്ര ഇരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും. പിന്നെ ഇതിനടിയിൽ ഒരു പലക തുറന്ന് വേണമെങ്കിൽ ഒരാൾക്ക് മുകളിലോട്ട് വരാനുള്ള സൗകര്യവും ഉണ്ടാവും. ചില സമയത്തൊക്കെ ഭൂമിയുടെ അടിയിൽ നിന്ന് ഒരാൾ ഗോസ്റ്റ് വരുന്നതായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു മാന്ത്രിക ജീവി ഡിസപ്പിയർ ചെയ്യുന്നതൊക്കെ കാണിക്കാനായിട്ട് അങ്ങനെ ചില സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. നോ ലൈറ്റിംഗ്, ദർ വാസ് നോ ലൈറ്റിംഗ്, ദർ വാസ് നോ കർട്ടൻ. അതൊക്കെ ഷേക്സ്പിയർസ് ഡ്രാമയുടെ തിയേറ്ററിന്റെ പ്രത്യേകത. ആൻഡ് ദർ വാസ് ഇലാബറേറ്റ് കോസ്റ്റ്യൂം. പീപ്പിൾ വുഡ് വെയർ ഇലാബറേറ്റ് കോസ്റ്റ്യൂം. ദാറ്റ് ഇസ് വളരെ നിറമുള്ള കോസ്റ്റ്യൂം ഒക്കെ അന്ന് ധരിക്കുമായിരുന്നു. പക്ഷെ അല്ലാതെ സ്റ്റേജ് പ്രോപ്പർട്ടി ഒന്നും വേറെ ഉപയോഗിച്ചിരുന്നില്ല. ഇത് ഒരു പക്ഷേ ഇംഗ്ലണ്ടിലെ ആദ്യത്തെ തിയേറ്ററുകളുമാണ്. നാടകം എന്ന് പറയുന്നത് അന്ന് പുതിയൊരു കലാരൂപമായിട്ട് വളർന്നു വന്ന സംഗതിയാണ്. Shakespeare made a lot of money in his business. He was part of a group called the Chamberlain's Men എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ കൂടെയായിരുന്നു അദ്ദേഹം. ഇവിടെ കാണുന്നത് പിൽക്കാലത്ത് ലോർഡ് ചേംബർലിൻസ് മെൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കൂടെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. And these players always needed the patronage of some rich nobleman. And when King James became the ruler, അവര് ഈ കമ്പനിയുടെ പേര് കിങ്സ് മെൻ എന്നാക്കി മാറ്റി. ഏത് രാജാവാണ്? ജെയിംസ് ദ ഫസ്റ്റ്, കിങ്സ് മെൻ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഓടിച്ച് അറിഞ്ഞു പോയാൽ മതി. ബ്ലാക്ക് ഫ്രയേഴ്സ് ഇൻഡോർ തിയേറ്റർ വേറൊരു അന്നത്തെ തിയേറ്ററാണ്. അതും ടെംസ് നദിയുടെ മറു സൈഡിലാണ്. അതിന്റെ ഒരു ടെംസിനെ കുറുകെ ഒരു പാലമുണ്ട്, ബ്ലാക്ക് ഫ്രയേഴ്സ് ബ്രിഡ്ജ് എന്ന്. അത് ക്രോസ് ചെയ്യുമ്പോൾ ആ ഭാഗത്താണ് ഉണ്ടായത്, ഇപ്പൊ ഇല്ല. സോ ദാറ്റ് ഇസ് അബൌട്ട് ഷേക്സ്പിയർ. ആൻഡ് ഷേക്സ്പിയർ ദെൻ അറൌണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ ഹി വുഡ് ഗോ ബാക്ക് ഹോം ടു സ്റ്റാറ്റ്ഫോർഡ്. വീട്ടിലെ ഭാര്യയും മക്കളെയും കാണാനായിട്ട് അദ്ദേഹം പോകുമായിരുന്നു. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ഡ്യൂറിങ് ദിസ് ലോങ് പീരിയഡ് ഹി വാസ് ഇൻ ഇംഗ്ലണ്ട്.
അദ്ദേഹം after 2014 he never returned to England, but 2 years കഴിഞ്ഞ് അദ്ദേഹം മരിച്ചും പോയി. പിന്നെ I think 2016-10 വരെയൊക്കെ തന്നെയാണ് ഷേക്സ്പിയറിന്റെ നല്ല കാലഘട്ടം. After that he is believed to have retired in 1613 and ഗ്ലോബ് തിയേറ്റർ ആ കാലഘട്ടത്തിൽ കത്തിപ്പോയി പണ്ട്. അതിനാണ് പിന്നീട് 97 പുനർസൃഷ്ടിച്ചത്. He went back and he died in April 1616 at the age of 52. അന്നത്തെ ലൈഫ് ഇന്നാണെങ്കിൽ ഈ 52 ഇന്നത്തെ ഒരു 80 വയസ്സിന്റെ ഇക്വലന്റ് ആയിട്ടൊക്കെ ചിന്തിച്ചോണ്ടാൽ മതി. അത്രയും റിച്ച് ആയിട്ടുള്ള ഒരു ജീവിതമാണ്. സോ 1616 ഈ 2016 ഒരു 400 വർഷം സെലിബ്രേറ്റ് ചെയ്ത വർഷമായിരുന്നു. നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൊരു അതിന് 3 ദിവസത്തെ ഒരു കോൺഫറൻസ് ഒക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു ടു കമ്മമറേറ്റ് ഷേക്സ്പിയർസ് ഡെത്ത് ആനിവേഴ്സറി ആണ് ഷേക്സ്പിയറിന്റെ കാര്യം. ഷേക്സ്പിയറിനെ അടക്കിയിട്ടുള്ളത് ഇങ്ങനെയാണ്. അത് സ്റ്റാറ്റ്ഫോർഡിലെ ഹോളി ട്രിനിറ്റി ചർച്ചിലാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി സെയിന്റ് വെസ്റ്റ്മിൻസ്റ്റർ ആബിയുടെ അകത്തൊരു മോണുമെന്റ് ഉണ്ട്. ഇത് മോഡേൺ ഗ്ലോബ് തിയേറ്റർ. തെംസ് നദി കാണാം, അതിന്റെ മറു സൈഡിലാണ് ഗ്ലോബ് തിയേറ്റർ ഉള്ളത്. ഇതാണ് പണ്ടത്തെ ഈ സിറ്റിക്ക് പുറത്തുള്ള സ്ഥലം എന്ന് ഞാൻ പറഞ്ഞത്, സൗത്ത് വാർക്ക് എന്നൊക്കെ പറഞ്ഞത്. ഇന്ന് അതൊക്കെ അങ്ങനെയൊന്നുമില്ല, എല്ലാം വളരെ ഒരേപോലെ ഓഫീസുകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇത് കുറുകെ ഒരുപാട് ബ്രിഡ്ജസ് ഉണ്ട് തെംസ് നദിയുടെ കുറുകെ. ഇതിന്റെ ഈ കുറച്ച് റൈറ്റ് സൈഡിലായിട്ട് നടന്നു പോകാവുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ദ മില്ലേനിയം ബ്രിഡ്ജ്. സോ ഐ വൺസ് വാക്ക്ഡ് ഓവർ ആൻഡ് ഒരു ദിവസം രാവിലെയാണ്, ബിഫോർ ദീസ് തിങ്സ് ഓപ്പൺ, ഐ വാക്ക്ഡ് ഓവർ. എന്നിവിടെ എല്ലാം ഇങ്ങനെ ചുറ്റി നടന്നു. തിയേറ്ററിനകത്തൊന്നും കയറിയില്ല, ബട്ട് ഐ വാക്ക്ഡ് അറൗണ്ട്. ഒരുപാട് കൗതുകകരമായ കാര്യങ്ങളുള്ള സ്ഥലമാണ്. എൻ്റെ തൊട്ടടുത്തൊരു തിയേറ്റർ, ഒരു വലിയ ആർട്ട് ഗാലറി ഉണ്ട്, ടേറ്റ് ഗാലറി എന്ന് പറയും. ഇത് ഷേക്സ്പിയറിന്റെ വർക്ക്സ് പ്രിന്റ് ചെയ്തത് 1623. ഷേക്സ്പിയർ മരിച്ചത് 1616 1623 മാത്രമാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തത്. അത് ഒരു കാര്യം. ഓക്കെ, ലെറ്റ് us close this and see. ഷേക്സ്പിയറിന്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. So what should I tell you about Shakespeare more? Shakespeare is believed to have written ഇന്നത്തെ ഒരുപാട് തിയറീസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ കൃതികൾ അദ്ദേഹം തന്നെയാണോ എഴുതിയത്, വേറെ ആരെങ്കിലും ആണോ, ഇങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ നിരന്തരം സംശയങ്ങൾ ചോദിക്കാറുണ്ട്. Then you have people wondering about what was Shakespeare's religion, was he a Catholic or a Protestant? ഒരുപാട് ഡിബേറ്റ് നടന്നിട്ടുണ്ട്. സെക്ഷുവാലിറ്റിയെ കുറിച്ചുള്ള ഡിബേറ്റ്സ് ഉണ്ട്, whether he was heterosexual or homosexual. അത് അദ്ദേഹത്തിന്റെ സെക്ഷുവൽ ലീനിങ്ങിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. ഷേക്സ്പിയറിന്റെ ചിത്രങ്ങൾ നമുക്ക് ശരിക്കും ഷേക്സ്പിയറിന്റെ ചിത്രം എന്ന് പറഞ്ഞ് നമ്മൾ കിട്ടിയിട്ടുള്ളത് അത്ര എക്സാക്റ്റ് ആയിട്ടുള്ള ചിത്രമല്ല. ശരിക്കും ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ നമുക്കില്ല. ഇതൊക്കെ ഒരു ഊഹം വെച്ചിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ആണ്. ഇതിൽ ഏതാണ് ഷേക്സ്പിയറിന്റെ യഥാർത്ഥത്തിലുള്ളതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കോബ് പോർട്രേറ്റ്, ചണ്ടൂസ് പോർട്രേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് 3 പോർട്രേറ്റ്സ് ഉണ്ട് ഷേക്സ്പിയറിന്റെ. അപ്പൊ ഇതൊക്കെ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സോ വി ഡു നോട്ട് നോ. ചിലപ്പോൾ ഇത് 3 പ്രായമായിരുന്ന സമയത്തുള്ളതായിരിക്കാം. ഇതാണ് അദ്ദേഹത്തിന്റെ പുസ്തകം ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ അതിനകത്ത് അവർ ഉപയോഗിച്ച ചിത്രം. That is Shakespeare. What more about Shakespeare should we talk? Yeah. Now before we go to ഷേക്സ്പിയറിന്റെ ലേറ്റർ ഇയേഴ്സ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മരണം, അദ്ദേഹത്തിന് ദഹനക്കേടോ മറ്റോ വന്ന് മരിച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ രോഗമായിട്ടൊന്നും ഇരുന്നില്ല, എന്തോ ഒരു പ്രശ്നം ഉണ്ടായി പെട്ടെന്ന് മരിച്ചു പോവുകയായിരുന്നു. ആൻഡ് ഇൻ ഹിസ് വിൽ, വളരെ ഫേമസ് ആണ് ഷേക്സ്പിയറിന്റെ വിൽ. അദ്ദേഹം വീട്ടിലെ 2ാമത്തെ ഏറ്റവും നല്ല കിടക്ക എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞതായിട്ട് ആണ് അതിലുള്ളതാണ്. സെക്കൻഡ് ബെസ്റ്റ് ബെഡ് ഭാര്യയ്ക്ക് എഴുതി വെച്ചു എന്ന് ഒരു കഥയുണ്ട്. അതും ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പീപ്പിൾ ബിലീവ് ദാറ്റ് ഹി ഡിഡ് നോട്ട് ലൈക്ക് ഹിസ് വൈഫ്, ദാറ്റ് ഇസ് വൈ ഹി ഗേവ് ഹർ ദ സെക്കൻഡ് ബെസ്റ്റ് ബെഡ്, നോട്ട് ദ ഫസ്റ്റ് ബെഡ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിന്റെ കാര്യം എന്ന് പറയുന്നത്, മോസ്റ്റ് ലൈക്ലി തിങ് ഇസ് ദാറ്റ് ദി ഫസ്റ്റ് ബെസ്റ്റ് ബെഡ് ഇൻ ദ ഹൗസ് ഇസ് കെപ്റ്റ് ഫോർ ഗെസ്റ്റ്സ് ആൻഡ് ദ സെക്കൻഡ് ബെസ്റ്റ് ബെഡ് ഇസ് എ പ്ലേസ് വേർ ദി ഹസ്ബൻഡ് ആൻഡ് വൈഫ് വുഡ് സ്ലീപ്. അപ്പൊ അവര് ജീവിച്ചിരുന്ന കാലത്ത് കിടന്നുറങ്ങിയിരുന്ന കട്ടിലാണ് ഭാര്യയ്ക്ക് എഴുതി കൊടുത്തത് എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ അവിടെ ചില ചെറിയ കൊച്ചു കൊച്ചു കൗതുകങ്ങൾ
അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചും ഒക്കെ ഉണ്ട്. പിന്നെ വേറൊരു രസകരമായ ഒരു കാര്യം അടുത്ത കാലത്ത് ആരോ കണ്ടുപിടിച്ചത്, അദ്ദേഹത്തിന്റെ ഈ ശവക്കല്ലറയുടെ എന്തോ സ്കാനോ മറ്റോ എടുത്ത് നോക്കിയപ്പോൾ അൾട്രാസൗണ്ട് എന്തോ സോണോഗ്രഫിയോ മറ്റോ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ തല അതിനകത്തില്ല എന്ന് ഒരു കണ്ടുപിടുത്തമൊക്കെ നടത്തിയായിട്ട് കേട്ടിട്ടുണ്ട്. ഏതായാലും തലയുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഷേക്സ്പിയർ എന്ന് പറയുന്ന ഒരാള് ഉണ്ടായിരുന്നു. അദ്ദേഹമാണോ ഈ കൃതികൾ എഴുതിയതൊന്നും നമുക്ക് വ്യക്തമല്ല. ബട്ട് വി നോ ദാറ്റ് ദർ ഇസ് എ ഫണ്ട് ഓഫ് റൈറ്റിംഗ്, ഫന്റാസ്റ്റിക് റൈറ്റിംഗ്. അത് എഴുതിയ ആളിനെ നമ്മൾ ഷേക്സ്പിയർ എന്ന് വിളിക്കുന്നു എന്ന് കരുതിയാൽ മതിയാകും. പറയാൻ കാരണം ഒരുപാട് ആർഗ്യുമെന്റ്സ് അബൌട്ട് ഹു വാസ് ഷേക്സ്പിയർ, ഷേക്സ്പിയറിന്റെ കൃതികൾ എഴുതിയതിന് ഫ്രാൻസിസ് ബേക്കൺ ആണോ മാർലോ ആണോ, ഇങ്ങനെയൊക്കെ ഒരുപാട് ചർച്ചകൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. ആൻഡ് അബൌട്ട് ഷേക്സ്പിയർ. അദ്ദേഹത്തിന്റെ നാടകങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. ആൻഡ് ഹാവ് ഐ ലെഫ്റ്റ് എനിത്തിങ് ഔട്ട്? പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇംഗ്ലണ്ട് അറ്റ് ദാറ്റ് ടൈം. ഓക്കെ, നമ്മൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഒന്ന് ഓടിച്ചു നോക്കാം. ഏതെങ്കിലും ഇതുവരെയുള്ള വിട്ടുപോയിട്ടുണ്ടോ? ഷേക്സ്പിയർസ് പീരിയഡ്, പേരൻസ്, ബോയ്ഹുഡ് എഡ്യൂക്കേഷൻ, ഗ്രാമർ സ്കൂൾ. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യം. ഇത് വായിച്ചു നോക്കുമ്പോൾ ഈ ചിത്രങ്ങളെല്ലാം മനസ്സിൽ വന്നോളൂ. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ട്. കല്യാണം, ലണ്ടനിലേക്ക് പോയ പീരിയഡ്, ലോസ്റ്റ് പീരിയഡിന് ശേഷം ഷേക്സ്പിയർസ് ഡ്രമാറ്റിക് കമ്പനിയെ കുറിച്ച് പറഞ്ഞു, ലോർഡ് ചേംബർലിൻസ് മെൻ, കിങ്സ് മെൻ. Another thing I forgot to tell you is that Shakespeare was also an actor. But Shakespeare was a theatre owner. He was a sometimes theatre director. He is a theatre writer. He would write and he would initially he would sell it to a theatre and they would use it. Shakespeare never preserved his writing because he wrote as I was telling you, ഷേക്സ്പിയർ വാസ് എ ബിസിനസ് മാൻ. അദ്ദേഹം എഴുതിയത് ബിസിനസ് ആവശ്യത്തിനാണ്, കാശുണ്ടാക്കാനാണ്. അതുകൊണ്ട് എഴുതിയ സാധനങ്ങളൊന്നും സൂക്ഷിച്ചു വെക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. ആൻഡ് ഷേക്സ്പിയർ ഹിംസെൽഫ് നെവർ ബോതേർഡ് ടു പബ്ലിഷ് എനി ഓഫ് ഹിസ് വർക്ക്സ്. ഇൻട്രസ്റ്റിംഗ്ലി ഇപ്പൊ നമ്മൾ ഇംഗ്ലണ്ടിൽ പല സ്ഥലങ്ങളിലും മാനുസ്ക്രിപ്റ്റ്സ് കാണാം. വൺസ് ഐ പർട്ടിക്കുലർലി ഇംഗ്ലണ്ടിന്റെ വേറൊരു സ്ഥലത്ത് ആണ് പോയത്. ഐ സ്റ്റേഡ് ഇൻ ലണ്ടൻ ആൻ എക്സ്ട്രാ ഡേ ബിക്കോസ് ഐ വാണ്ടഡ് ടു ലുക്ക് അറ്റ് ദ മാഗ്ന കാർട്ട. മാഗ്ന കാർട്ട കിങ് ജോണിന്റെ കാലത്ത് ഒപ്പുവെച്ച രേഖ. അത് അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയപ്പോൾ ഐ ഫൗണ്ട് ദാറ്റ് ദർ വാസ് നോട്ട് എ സിംഗിൾ കോപ്പി. അദ്ദേഹം അന്ന് കുറെ കോപ്പികൾ സൈൻ ചെയ്തിരുന്നു. അതിൽ രാജാവ് സൈൻ ചെയ്യല്ല, രാജാവ് ഒപ്പിട്ടു എന്ന് പറയുന്നത് തെറ്റാണ്. അദ്ദേഹം രാജാവിന്റെ മുദ്ര പതിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മാഗ്ന കാർട്ടയിൽ. അതിന്റെ ഒരു കോപ്പി, 2 കോപ്പി ഉണ്ടെന്ന് തോന്നുന്നു ഇൻ ബ്രിട്ടീഷ് ലൈബ്രറി. ബ്രിട്ടീഷ് മ്യൂസിയം അല്ല, അദ്ദേഹത്തെ ഞാൻ പറഞ്ഞത് ബ്രിട്ടീഷ് മ്യൂസിയത്തെ കുറിച്ചാണ്. അതൊരു സ്ഥലത്താണ്, ലൈബ്രറി വേറൊരു സ്ഥലത്താണ്. മുൻപ് ബ്രിട്ടീഷ് ലൈബ്രറി ബ്രിട്ടീഷ് മ്യൂസിയത്തിനകത്തായിരുന്നു. ഇന്നും ആ ലൈബ്രറി എന്ന സ്ഥലത്ത് ഒരു വലിയ റീഡിംഗ് റൂം ഉണ്ട്, ഒരുപാട് പുസ്തകങ്ങളുണ്ട്, വലിയ വലിയ അറയായിട്ട് ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ ബ്രിട്ടീഷ് ലൈബ്രറി ഇസ് എ സെപ്പറേറ്റ് ന്യൂ ബിൽഡിംഗ്, ഒരു വലിയ ലാബറേറ്റ് ബിൽഡിംഗ്. അതിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഇനിഷ്യലി ദർ ആർ സെവറൽ പ്ലേസസ് വേർ ദേ ഹാവ് കെപ്റ്റ് ദീസ് മാനുസ്ക്രിപ്റ്റ്സ്. അത് വളരെ ഡിം ലൈറ്റ് ഉണ്ടാവുള്ളൂ അവിടെ അവർ ഫോട്ടോ എടുക്കാനൊന്നും അനുവദിക്കില്ല. ബിക്കോസ് ടു പ്രിസർവ് ദീസ് മാനുസ്ക്രിപ്റ്റ്. വളരെയധികം ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള അല്ലെങ്കിൽ നമുക്ക് വില മതിക്കാൻ പറ്റാത്ത അമൂല്യമായിട്ടുള്ള ഒരുപാട് മാനുസ്ക്രിപ്റ്റ്സ് അവിടെ ഉണ്ട്. അത് യു ക്യാൻ സി, വളരെ ക്ലോസ് ആയിട്ട് പോയി കണ്ണാടിയിലൂടെ അത് കാണാം. അപ്പൊ അവിടെ അതിൽ there are 2 copies of മാഗ്ന കാർട്ട. ആൻഡ് മാഗ്ന കാർട്ടയുടെ മറ്റു ചില കോപ്പികൾ ഇംഗ്ലണ്ടിന്റെ മറ്റു ചില ഭാഗങ്ങളിൽ 1-2 സ്ഥലങ്ങളിൽ കൂടെ ഉണ്ട്. അതുപോലെ ഇൻട്രസ്റ്റിംഗ്ലി ഐ ഓൾസോ സോ ദി ഗുട്ടൻബർഗ് പ്രിന്റ് ചെയ്ത ബൈബിളിന്റെ അതും ഇന്ന് 3-4 കോപ്പിയേ ഉള്ളൂ. അതിൽ ഒരെണ്ണം ഇൻസൈഡ് ബ്രിട്ടീഷ് ലൈബ്രറി, ഒരെണ്ണം അമേരിക്കയിലെ ലൈബ്രറി ഓഫ് കോൺഗ്രസിലും, മറ്റൊന്ന് ഫ്രാൻസിലെ ലുവർ മ്യൂസിയത്തിലാണുള്ളതെന്നാണ്. എനിവേ, ഇതുപോലെ ഈ സ്ഥലത്ത് പോകുമ്പോൾ ഈ ചോസറിന്റെ മെറ്റീരിയൽ ഉണ്ട്, പഴയ ആൾക്കാരുടെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ ഷേക്സ്പിയറിന്റെ കൈപ്പടയിൽ എഴുതിയ ഒരൊറ്റ മാനുസ്ക്രിപ്റ്റ് പോലും നിലവിലില്ല. അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ മാത്രം 5-6-7 സ്ഥലങ്ങളിൽ ഷേക്സ്പിയറിന്റെ സിഗ്നേച്ചർ ഉണ്ട്. ബട്ട് ദി ഇൻട്രസ്റ്റിംഗ് തിങ് ഈസ് ഷേക്സ്പിയർ ഹാസ് സ്പെൽഡ് ഹിസ് നെയിം ഡിഫറently in each of these 6 or 7 signatures we have. ഷേക്സ്പിയർ ഹാസ് സ്പെൽഡ് ഹിസ് നെയിം ഡിഫറently. അതുകൊണ്ട് നമുക്കിപ്പോൾ ഷേക്സ്പിയറിന്റെ പേര് എഴുതുന്നത് തെറ്റിപ്പോയാൽ കുറ്റബോധം വേണ്ട. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സ്പെല്ലിംഗ് ഒരിക്കലും നേരെ എഴുതിയിരുന്നില്ല. അതിനൊരു പ്രധാന കാരണമുള്ളത് 16-17 നൂറ്റാണ്ടുകളിലൊന്നും ഇംഗ്ലീഷിലെ സ്പെല്ലിംഗ് ഫിക്സ്ഡ് ആയിരുന്നില്ല. ദാറ്റ്സ് എ റീസൺ ആക്ച്വലി. അതുകൊണ്ട് നമുക്ക് സ്പെല്ലിംഗ്, ഇന്നത്തെ അക്സെപ്റ്റഡ് സ്പെല്ലിംഗ് ആണ് ഇത്, ഷെയ്ക്സ്, SHAKESPEARE. ഈ സ്പെല്ലിംഗ് ഷേക്സ്പിയർ ഒരിടത്ത് ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് വേറൊരു രസം.
എനിവേ ഷേക്സ്പിയർ അത് ഇന്ന് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് സ്പെല്ലിംഗ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പ്രിന്റിംഗ് എല്ലാം ഒരുപാട് പ്രബലമായതോടുകൂടി. പക്ഷേ ഷേക്സ്പിയറിന്റെ ടൈമിൽ അത്ര ഫിക്സ്ഡ് ആയിരുന്നില്ല. പീപ്പിൾ വുഡ് സ്പെൽ ഇൻ വാട്ട് എവർ വേ ദേ ലൈക്ക്. എനിവേ അതല്ലാതെ അദ്ദേഹത്തിന്റെ ഒരു മാനുസ്ക്രിപ്റ്റും നമുക്ക് അവശേഷിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് പീപ്പിൾ വുഡ് വിസിറ്റ് ഹിസ് പ്ലേ, നാടകം കാണാൻ പോകുന്ന ആൾക്കാർ ചിലപ്പോൾ ഈ നാടകങ്ങൾ കാണാതെ പഠിച്ചിട്ട് പുറത്തുപോയി അതിനെ ബുക്കായിട്ട് പബ്ലിഷ് ചെയ്ത സംഭവങ്ങളുണ്ട്. ആൻഡ് സംടൈംസ് പ്രോംപ്റ്റ് ചെയ്യാനുള്ള ഒരു കോപ്പി എന്നൊക്കെ അത്ര കൃത്യതയില്ലാതെ ഷേക്സ്പിയർസ് പ്ലേസ് വർ പ്രിന്റഡ്. ആ പ്രിന്റ് ചെയ്തിട്ടുള്ള സാധനത്തിനെ ക്വാർട്ടോസ് എന്ന് പറയും. ക്വാർട്ടോ ഒരു പേജ് അതിന്റെ സൈസാണിത്. ക്വാർട്ടർ ആയിട്ട് 4 മടക്കി അതിന്റെ ഒരു ഭാഗമാണ്. യു ക്യാൻ ഇമാജിൻ ഇറ്റ്സ് എ റിലേറ്റീവ്ലി സ്മോൾ ബുക്ക്. ക്വാർട്ടോ നമുക്ക് വേണമെങ്കിൽ അതിന്റെ പിക്ചർ നോക്കാമല്ലോ. ഇതാണ് ഒരു ക്വാർട്ടോ എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇതൊരു പേപ്പറിന്, വലിയൊരു പേപ്പറിന് 4 മടക്കിയതായെങ്കിൽ ഇത് അതിന്റെ 2 സൈഡാണ് ക്വാർട്ടോ. ഈ രീതിയിൽ ഷേക്സ്പിയറിന്റെ അന്നത്തെ അനധികൃതമായിട്ടുള്ള ധാരാളം എഡിഷൻസ് ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ഷേക്സ്പിയർ ഹി വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്. ദാറ്റ്സ് വൺ തിങ്. പുസ്തകം ഒരുപാട് കാശൊന്നും കിട്ടുന്ന ഒരു ബിസിനസ് അല്ല. സോ ഷേക്സ്പിയർ നെവർ ബോതേർഡ് അറ്റ് ഓൾ അബൌട്ട് പബ്ലിഷിംഗ് ഓർ മോണിറ്ററിംഗ്. Unauthorized copies were going around. With all these quartos of Shakespeare's time were unauthorized editions of Shakespeare's works. So Shakespeare and the quartos എന്താണെന്ന് വെച്ചാൽ those were the early unauthorized copies of ഷേക്സ്പിയർ. ഷേക്സ്പിയർ നടനായിരുന്നു. ചെറിയ റോളുകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളൂ എന്നാണ് നമ്മൾ കരുതുന്നത്. ആൻഡ് ദർ ഇസ് ഷേക്സ്പിയർസ് തിയേറ്ററിനെ കുറിച്ച് നമ്മൾ പടമൊക്കെ കാണിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന്റെ നാടകങ്ങളാണ് 37 നാടകങ്ങളുള്ളതായിട്ട് കരുതുന്നു. Some people recently say there was more. തീർച്ചയായും ഷേക്സ്പിയർ wrote more plays than 37. Maybe ഒരു 40-45 നാടകങ്ങൾ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഇന്ന് അവശേഷിച്ചിട്ടുള്ളത് 37 നാടകങ്ങളാണ്. And also of these 37, maybe not all of them were fully written by Shakespeare. ചില നാടകങ്ങളിലൊക്കെ വേറെ ആരെങ്കിലും കൂടെയൊക്കെ ചേർന്ന് എഴുതിയിരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. For example, Henry VIII is believed to have been written by Shakespeare and some other person. അങ്ങനെയൊക്കെ ഇത് നമ്മൾ അദ്ദേഹത്തിന്റെ നാടകങ്ങളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഇത് നോക്കുന്നതൊക്കെ ഏർലി നാടകങ്ങളാണ്. അദ്ദേഹത്തിന്റെ വളരെ ആദ്യ കാലങ്ങളിൽ എഴുതിയ നാടകങ്ങൾ. ഹെൻറി ദ സിക്സ്ത് ഞാൻ പറഞ്ഞില്ല, അത് ആ സീരീസിൽ ഏകദേശം അവസാനം വരുന്നെങ്കിലും അദ്ദേഹം ആദ്യ കാലങ്ങളിൽ എഴുതിയ നാടകമാണ്. മെച്യൂർ പ്ലേസിന്റെ കൂട്ടത്തിൽ വരുന്നതാണ് റിച്ചാർഡ് സെക്കൻഡ് അപ്പുറത്തും വന്നു. അങ്ങനെ ഹെൻറി ഈ സീരീസ് ഒക്കെ ഷേക്സ്പിയറിന്റെ മെച്യൂർ ഹിസ്റ്ററി പ്ലേസ് ആണ്. ആൻഡ് പിന്നെ ഒരു കാലത്ത് നോക്കിയാൽ അറിയാം അദ്ദേഹം കൂടുതലും വിഷാദ നാടകങ്ങൾ ആണ്. ഇതെല്ലാം വളരെ ഡെൻസ് ആയിട്ടുള്ള നാടകങ്ങളാണ്. ട്വൽത്ത് നൈറ്റ് കഴിഞ്ഞാൽ ടോയ്ലറ്റ്സ്, രമേശ് പ്രമേശ്, ഇതെല്ലാം ഓൾമോസ്റ്റ് ട്രാജിക് ആയിട്ടുള്ള കൃതികളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടം, ആ മകൻ മരിച്ചു എന്നൊക്കെ പറഞ്ഞതിന് ശേഷവും നമുക്ക് വി ഡു നോട്ട് നോ എക്സാക്ട്ലി വാട്ട് വാസ് ദ റീസൺ. മേ ബി മെച്യൂർ ആയിട്ടുള്ള പ്രായമാകും തോറും കൂടുതൽ ജീവിതത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് ജീവിതത്തിലെ പല തിക്താനുഭവങ്ങളും അറിവും ഒക്കെ വന്നു കഴിയുമ്പോൾ പീപ്പിൾ ടെൻ ടു ബി മോർ സീരിയസ്. അങ്ങനെ ആകാം. ഇതൊക്കെ അദ്ദേഹത്തിന് അവസാന നാടകം. അപ്പൊ നോക്കുമ്പോൾ അവസാനത്തെ നാടകങ്ങളാണ് അദ്ദേഹത്തിന്റെ വളരെ ഏറ്റവും പ്രൗഢമായിട്ടുള്ള നാടകങ്ങൾ ഏകദേശം എന്നറിയാൻ പറ്റും. സോ സീസർ, ഹാംലെറ്റ്, ഒസെല്ലോ, ലിയർ, മക്ബെത്ത്, ആന്റണി ആൻഡ് ക്ലിയോപാട്ര. നിങ്ങൾക്ക് ഇതിൽ ചിലതൊക്കെ പഠിക്കാനുണ്ട്. ആന്റണി ആൻഡ് ക്ലിയോപാട്ര ഉണ്ട്, ഹെൻറി VIII. ഏറ്റവും അവസാനത്തെ നാടകം വി ബിലീവ് ഇറ്റ്സ് ടെമ്പെസ്റ്റ് ആൻഡ് വിന്റേഴ്സ് ടേൽ. ഈ നാടകങ്ങൾ സിംബലീൻ, വിന്റേഴ്സ് ടെയിൽ, ടെമ്പെസ്റ്റ് ഒക്കെ they are almost tragedy. They have all the potential to be tragedy, but they do not become tragedy. നാടകങ്ങൾ ആകുന്നില്ല. മെഷർ ഫോർ മെഷറും ഒക്കെ അത് ആ ഒരു പോലത്തെയാണ്. സോംബർ പ്ലേസ് എന്ന് പറയും. കോമഡി ആണെങ്കിലും കുറച്ച് ഗൗരവമുള്ള സബ്ജക്റ്റ് ഒക്കെയാണ് വരുന്നത്. അത് ഷേക്സ്പിയറിന്റെ നാടകങ്ങളെ കുറിച്ച് പൊതുവെ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. They are categorized into early plays, into comedies, romantic comedies, tragedies, Roman plays, history plays. ഇങ്ങനെയൊക്കെ ഷേക്സ്പിയറിന്റെ കൃതികളെ നമ്മൾ സൗകര്യത്തിന് വേണ്ടി കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. അതിൽ മേജർ ട്രാജഡീസ് എന്ന് പറയുന്നത് they are ഹാംലെറ്റ്, ഒസെല്ലോ, കിങ് ലിയർ, മക്ബെത്ത്, ഇനി ഇത് വർണ്ണങ്ങളുണ്ടല്ലോ, ജൂലിയസ് സീസർ ഒക്കെയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി പ്ലേസിൽ ബ്രിട്ടീഷ് ഹിസ്റ്ററി പ്ലേസ് 10 ഉണ്ട്. റോമൻ പ്ലേസ് എന്ന് പറയാനായിട്ട് യു ഹാവ് എന്താണ്, ആന്റണി ആൻഡ് ക്ലിയോപാട്ര, കോറിയോലൈനസ് ആൻഡ് ജൂലിയസ് സീസർ are categorized as Roman plays. Julius Caesar is also a tragedy. Antony and Cleopatra ട്രാജഡിയാണ്. അവർ റോമൻ പ്ലേസ് എന്ന് പറയും. റോമിലെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഹിസ്റ്റോറിക് പ്ലേസ് ആണ്, ചരിത്ര നാടകങ്ങളാണ്.
ഇതെല്ലാം നമ്മൾ ഓരോ നാടകം എടുക്കുമ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടും. സോ ദാറ്റ് ഇസ് ഷേക്സ്പിയറിന്റെ ടെക്സ്റ്റ് അദ്ദേഹത്തിന്റെ പറ്റി പറയുമ്പോൾ ഏർലി ആയിട്ട് കോർട്ടോസ് പ്രിന്റ് ചെയ്തിരുന്നു. ദേ വർ മെയ്ഡ് ഔട്ട് ഓഫ് സ്റ്റോളൻ മെറ്റീരിയൽ ആൻഡ് സോൾഡ് ഫോർ പ്രോഫിറ്റ് ബൈ പീപ്പിൾ. They are not authorized. പക്ഷെ authorized അല്ലെങ്കിലും there are many editions that are available in quarto form. അത് പിൽക്കാലത്ത് ഷേക്സ്പിയർ സ്കോളേഴ്സ് ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഇന്നത്തെ ഷേക്സ്പിയർ എഡിഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ ആർഡൻ എഡിഷൻ പോലത്തെ പല ഓത്തറൈസ്ഡ് എഡിഷൻസും ഇതെല്ലാം പഠിച്ചതിൽ ഏതായിരിക്കും ശരിക്കും ഷേക്സ്പിയറിന്റെ വരികൾ, ചിലതൊക്കെ ആരെങ്കിലും ഓർമ്മയെന്ന് എഴുതിയപ്പോൾ തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ പല എഡിഷൻസ് എല്ലാം ഒരുമിച്ച് വെച്ച് അത് ഷേക്സ്പിയർ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് മേ ബി ലോക സാഹിത്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ആൾക്കാർ മെനക്കെട്ടിട്ടുള്ള ഒരു എന്റർപ്രൈസ് ആണ്. അത് ഷേക്സ്പിയർ ഇൻഡസ്ട്രി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. There are so many movies based on Shakespeare. There are so many plays that are still being produced based on Shakespeare. And ഒരു പക്ഷേ ഒരു വ്യക്തിയെ കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഏറ്റവും കൂടുതൽ ഷേക്സ്പിയറിനെ കുറിച്ചായിരിക്കും. റിലീജിയസ് ബുക്സിനെ കുറിച്ചൊക്കെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ബട്ട് അബൌട്ട് എ ഹ്യൂമൻ ബീയിങ്, അബൌട്ട് പ്ലേസ്, ഹാംലെറ്റിനെ കുറിച്ച് തന്നെ there are so many 100 books, ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഷേക്സ്പിയറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച്, നാടകങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻസ്, ഷേക്സ്പിയറിന്റെ നാടകങ്ങളുടെ മൃഗങ്ങളുടെ ഇമേജസിനെ കുറിച്ചും ഒരുപാട് പുസ്തകങ്ങൾ. ഹാംലെറ്റിനെ കുറിച്ച് തന്നെ there is another book called What Happens in Hamlet. അതൊരു നോവൽ പോലെ നമുക്ക് വായിച്ചു പോകാൻ പറ്റുന്ന വളരെ രസകരമായ ഒരു പുസ്തകം. ഒരുപാട് സ്കോളർഷിപ്പ് അതിന് ശേഷവും മോഡേൺ ഡേയ്സിലും ഒക്കെ ഷേക്സ്പിയറിനെ കുറിച്ച് നടക്കുന്നുണ്ട്. ഒരു വലിയൊരു ആൻഡ് ഷേക്സ്പിയർ ഡസൻ ബിലോങ് ടു ഇംഗ്ലണ്ട്. വേറൊരു കാര്യം, ഇംഗ്ലണ്ടിന്റെ സ്വത്തല്ല ഷേക്സ്പിയർ. ഇന്ന് ലോക ജനത ഷേക്സ്പിയറിനെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മലയാളത്തിലുള്ള പല പ്രയോഗങ്ങളും പല കാര്യങ്ങളും നമ്മൾ അറിയാതെ ഷേക്സ്പിയർ ട്രാൻസ്ലേഷൻസ് ആണ്. ജപ്പാനിൽ ഷേക്സ്പിയർ വളരെ പോപ്പുലറാണ് ഓൾ ഓവർ ദ വേൾഡ്. നമുക്ക് മലയാളികളുടെ ജീവിതത്തിൽ ഷേക്സ്പിയർ വളരെ കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവന എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ഫ്രെയിൽറ്റി ദൈ നെയിം ഈസ് വുമന്റെ ഒരു സൂചനയാകാം. ഇതുപോലെ ഒരുപാട് റെഫറൻസസ് നമുക്ക് മലയാളത്തിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെ ഉണ്ട്. അത് ഷേക്സ്പിയറിന്റെ. പിന്നെ ലേറ്റർ ഷേക്സ്പിയർസ്, സോ വി ടോക്ക്ഡ് അബൌട്ട് ദി ക്വാർട്ടോസ്. And later, after Shakespeare died in 1616. And in 1623, അദ്ദേഹത്തിന്റെ രണ്ട് സുഹൃത്തുക്കൾ, they were his fellow actors, ഹെമിങ് ആൻഡ് കോണ്ടൽ എന്ന് പറഞ്ഞ രണ്ടുപേര് ചേർന്നിട്ട് ഷേക്സ്പിയറിന്റെ 36 നാടകങ്ങളായിരുന്നാണ് എൻ്റെ ഓർമ്മ, എല്ലാം കൂടെ ചേർത്തിട്ട് അവർ പബ്ലിഷ് ചെയ്തു. That is the first collection. That collection is called the first folio. ക്വാർട്ടോയുടെ ഇരട്ടി സൈസുള്ള ഒരു വോള്യൂമാണ് ഈ ഫസ്റ്റ് ഫോളിയോ എന്ന് പറയുന്ന ഒരു സൈസ്. അതൊരു പുസ്തകത്തിന്റെ സൈസാണത്, ഫസ്റ്റ് ഫോളിയോ എന്ന് പറയുന്നത്. ഇത് നേരത്തെ ക്വാർട്ടോ ഇതിന്റെ ഇത്രയും ഭാഗമേ വരുള്ളൂ എന്നാണ് എൻ്റെ ധാരണ. ഒരു സൈഡിൽ തുറന്നു വെച്ചാൽ ഇത്രയേ വരുള്ളൂ എന്നാണ്. ദാറ്റ്സ് മൈ അണ്ടർസ്റ്റാൻഡിങ്. ഐ കുഡ് ബി റോങ്. ഏതായാലും ദാറ്റ് ഇസ് എ ക്വാർട്ടോ ആൻഡ് ഫോളിയോ ഇസ് എ ബിഗർ. ഇത് നമ്മുടെ ഒരു വലിയൊരു നിഘണ്ടുവിനെക്കാളും വലിപ്പം ഉണ്ടാവുമെന്ന് കരുതാം. മേ ബി ഒരു ഫുൾ സ്കാപ്പ് പേപ്പറിന്റെ അത്രയും വീതി ഉണ്ടെന്ന് കരുതിക്കോളാം. ഇതാണ് അദ്ദേഹത്തിന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആദ്യത്തെ പബ്ലിക്കേഷൻ. വില്യം ഷേക്സ്പിയർ കോമഡീസ്, ട്രാജഡീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹെമിങ് ആൻഡ് കോണ്ടൽ പബ്ലിഷ് ചെയ്ത ബുക്ക്. ദാറ്റ് ഇസ് ദി ഇയർ 1623. That is the and today we do not know much about when were his plays written. ഓരോ നാടകം എന്ന് എഴുതിയെന്നൊക്കെ അറിയാൻ വലിയ പാടാണ്. There is a document called the Stationer's Register, and that is kept in each theatre. And the theatre, they would keep note of when a drama was performed, etc. And that register, which is still there in some theatres, give us some information about Shakespeare. Shakespeare was very conversant. He was a poet basically, and his writing is full of poetry. And he uses a lot of blank verse. Blank verse is unrhymed iambic pentameter lines. Yeah, very versatile, talented writer. Prosum അദ്ദേഹത്തിന് ഒരുപോലെ വഴങ്ങും. And all his plays have 5 acts. 5 അംഗങ്ങളിലാണ് അവതരിപ്പിച്ചത്. ഓരോ ആക്ടിനും there will be several scenes. അപ്പോൾ the Shakespeare's play is divided into 5 acts. 5 chapters ആയിട്ടൊക്കെ കരുതാം. അത് ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ആക്ടിനകത്ത് there will be different scenes. ചിലപ്പോൾ ചിലതിനകത്ത് 7 സീൻ കാണും, ചിലതിനകത്ത് 1 or 2 സീനേ കാണുള്ളൂ. സീൻ എന്ന് വെച്ചാൽ രംഗം 1.
അരങ്ങം എന്ന് പറയുന്ന ഒരു സ്ഥലം, ഉദാഹരണം രണ്ടുപേരൊരു റൂമിൽ നിന്ന് സംസാരിക്കണമെങ്കിൽ ആ റൂമിൽ എത്ര നേരം നിൽക്കും അത് ഒരു സീനാണ്. വെൻ ദേ മൂവ് ഔട്ട് ടു ദ റോഡ് ദാറ്റ് ബിക്കംസ് അനദർ സീൻ. അപ്പൊ ചിലപ്പോൾ ഒരു ആക്ട് മുഴുവനും ഒരു സ്ഥലത്താണെങ്കിൽ ഒരു സീനെ കാണുള്ളൂ. ദാറ്റ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്. പിന്നെ ഷേക്സ്പിയർസ് അസൈഡ്സ് ആൻഡ് soliloquies are very very important. അസൈഡ് എന്ന് പറയുന്നത് you see drama has a limitation. In a novel, the novelist could tell you what is happening, what somebody is thinking, etc. can be revealed to you in speech by the novelist. എഴുതി നമുക്ക് പറയാം. ബട്ട് in a drama you can't do that. ഒരു ആക്ഷൻ വർണ്ണിക്കുമ്പോൾ അയാൾ അപ്പോൾ അങ്ങനെ ചിന്തിച്ചു എന്ന് നമുക്ക് നോവലിസ്റ്റിന് നമ്മോട് എഴുതി പറയാം. പക്ഷെ ഇൻ ഡ്രാമ യു കാൻ ഡു ദാറ്റ്. അതുകൊണ്ട് ഡ്രാമയ്ക്കകത്ത് ചില ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിക്കാറുണ്ട്. ഒരാൾ 3-4 പേര് നിൽക്കുമ്പോഴും ഒരാള് ഒരു കാര്യം ഉറക്കെ പറയാം. അപ്പം അത് പരിചയമുള്ളതുകൊണ്ട് ജനങ്ങൾക്ക് ഉടനെ മനസ്സിലാവും ഇയാൾ ഇത് നമ്മോട് പറയുന്നതാണ്, അല്ലെങ്കിൽ അയാൾ ചിന്തിക്കുന്നതായിട്ടാണ് നമ്മൾ കരുതുന്നത്. ഹി ഈസ് തിങ്കിങ്. ദ പീപ്പിൾ ഹു ആർ സ്റ്റാൻഡിങ് നിയർ ഹിം വിൽ പ്രിറ്റൻഡ് നോട്ട് ടു ഹിയർ. കൂടെ നിൽക്കുന്ന ആൾക്കാർ അത് കേൾക്കാത്ത പോലെ ആയിരിക്കും. അപ്പോൾ സോ ഡ്രാമറ്റിസ്റ്റ് when there are other people present in the stage is talking out to the audience, that is an aside. And an aside എന്ന് പറയുന്നത് soliloquy എന്ന് പറയുന്നത് when a character is alone on the stage, ഒറ്റയ്ക്ക് കഥാപാത്രം സ്റ്റേജിൽ നിന്നുകൊണ്ട് പറയുന്നതാണ് soliloquy. അദ്ദേഹം ഉറക്കെ ചിന്തിക്കുന്നതാണ് soliloquy എന്ന് പറയുന്നത്. And Shakespeare is famous for his soliloquies. ഹാംലെറ്റിന്റെ soliloquy ഉണ്ട്, to be or not to be. Shakespearean actors എന്റെ കാര്യം ചിന്തിക്കുമ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ഈ മനുഷ്യൻ, ലോറൻസ് ഒലിവിയർ. To be or not to be, that is the question. I don't know if you were able to hear. To be or not to be, that is a question. അത് ഇത് മൂവി വേർഷൻ വന്നപ്പോൾ നാടകത്തിനും അദ്ദേഹം ധാരാളം അഭിനയിച്ചിട്ടുണ്ട്. Here this is Laurence Olivier acting as Hamlet. So there are many Shakespearean actors, and soliloquy, Shakespeare, vocabulary, Shakespeare's contribution to English language is very big. Very big എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ക്ലാസ് തുടങ്ങിയപ്പോൾ I talked about a man, Alfred the Great of England എന്ന് പറഞ്ഞ ആളിനെ കുറിച്ച് പറഞ്ഞു. ആൽഫ്രഡ് ദ ഗ്രേറ്റ് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്ത ആളാണെന്നൊക്കെ ആയിട്ട്. അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയ കുറെ ആൾക്കാരുണ്ട്. അതിലൊന്ന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോള് ഷേക്സ്പിയർ ഉണ്ട്. തിങ് ഈസ് ഷേക്സ്പിയർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബിക്കോസ് സി വേർഡ്സ് ഡൈ ഔട്ട്. നമ്മൾ ഈ ഒരു 100 വർഷം മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് മലയാള വാക്കുകൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ടാവില്ല, അതെല്ലാം നിന്നുപോകും. ഇപ്പൊ ഷേക്സ്പിയറിന്റെ അത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ലാംഗ്വേജസിനകത്ത് വേർഡ്സ് ഡൈ ഔട്ട് ചെയ്യുമ്പോൾ അതിന് പകരം വേർഡ്സ് ഉണ്ടാവും, ഒക്കെ ചെയ്യും. പക്ഷെ ഷേക്സ്പിയറിന്റെ കാലത്ത് ഇംഗ്ലീഷിലുണ്ടായിരുന്ന ഒരുപാട് വാക്കുകൾ മൈറ്റ് ഹാവ് ഗോൺ. നമുക്ക് ഇന്ന് പലതും ഉപയോഗത്തിലില്ല, പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു റെക്കോർഡും ഉണ്ടാകാതിരുന്നേനെ had it not been for Shakespeare. That's how you should say it. Because the knowledge of the words that were already there is very important. ഏതൊക്കെ വാക്കുകൾ ഉണ്ടായിരുന്നു, അതിന്റെ അർത്ഥം എന്താണ്, അന്ന് എന്തായിരുന്നു അർത്ഥം, അതിന്റെ ഏത് രീതിയിലൊക്കെ മാറ്റം വന്നു. ഈ പഠനം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പഠനശാഖയാണ് ലിംഗ്വിസ്റ്റിക്സിലെ. So Shakespeare in his works, in his 37 plays, in his sonnets, അതായത് 14 വരെയുള്ള സോണറ്റുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, 100-ലധികം. ആൻഡ് അദ്ദേഹത്തിന്റെ ലോങ് പോയംസ് ഓൺ റേപ്പ് ഓഫ് ലുക്രീസ്, വീനസ് ആൻഡ് അഡോനൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലെല്ലാത്തിനകത്തും കൂടെ അദ്ദേഹം ഇത് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളിൽ ഒരുപാടെണ്ണം ഇന്ന് നിലവിലുള്ളതല്ല. സോ വി നോ അബൌട്ട് ദോസ് വേർഡ്സ് ഓൺലി ബിക്കോസ് ഷേക്സ്പിയർ പ്രിസർവ് ദം ഇൻ ഹിസ് വർക്ക്സ്. അനദർ കാറ്റഗറി ഈസ് ദർ ആർ മെനി വേർഡ്സ് ദാറ്റ് ഷേക്സ്പിയറിലാണ് ആദ്യമായിട്ട് നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് കാണുന്നത്. അതിന് മുമ്പ് ആ വാക്ക് ഒരിടത്തും ഡോക്യുമെന്റ് ചെയ്തിട്ടില്ല. അപ്പൊ അത് ഒരുപക്ഷെ ഷേക്സ്പിയർ തന്നെ ഉണ്ടാക്കിയ വാക്കുകളാകാമെന്ന് കരുതുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലത്ത് അപ്പോൾ പ്രചാരത്തിൽ ഉണ്ടായ വാക്കുകളാകാം. ഉദാഹരണം ഡൗറി എന്നുള്ള വാക്ക്, കസിൻ എന്നുള്ള വാക്കൊക്കെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഷേക്സ്പിയറിന്റെ കൃതിയിലാണ്. അപ്പൊ അത് വളരെയധികം പ്രാധാന്യമുണ്ട് ഷേക്സ്പിയറിന്റെ കോൺട്രിബ്യൂഷൻ ടു ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഷേക്സ്പിയർ സോഴ്സസ് എന്ന് വേറൊരു കാറ്റഗറി അറിഞ്ഞിരിക്കണം. അത് ബിക്കോസ് ഷേക്സ്പിയർ ഡിഡ് നോട്ട് ക്രിയേറ്റ് ഹിസ് ഓൺ സ്റ്റോറീസ് എക്സെപ്റ്റ് മേ ബി ദ സ്റ്റോറി ഇൻ ടെംപെസ്റ്റ്. ദ ടെംപെസ്റ്റ് എന്ന് പറയുന്ന കൃതിയിലുള്ള കഥ ഒഴിച്ചാൽ
almost all the stories of Shakespeare, all the plays of Shakespeare are based on existing story. Either existing history books, history plays തന്നെ 10, 17, 13, 14 ഉണ്ട്, ഇംഗ്ലീഷും ഇറ്റാലിയനുമായിട്ട്. അതിലെല്ലാത്തിനകത്തും അദ്ദേഹം ചരിത്ര പുസ്തകങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. Sometimes he modeled his play on an existing play. For example, Macbeth, King Lear and Hamlet itself. ഇതിനെല്ലാം മുമ്പ് ഈ നാടകം ഉണ്ടായിരുന്നു. അതിനെ അദ്ദേഹം എടുത്ത് മെച്ചപ്പെടുത്തിയതാണെന്ന് കരുതുന്നുണ്ട്. But wherever he took them, he made them excellently unique. അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ഇപ്പോഴും ഓർക്കുന്നത്. അതിന്റെ സോഴ്സ് ആയിട്ടുള്ള നാടകങ്ങൾ, ഫോർ എക്സാമ്പിൾ, there was a King Lear before Shakespeare's Lear, there was a Hamlet before Shakespeare's Hamlet. അതൊക്കെ ഇന്ന് നിലനിന്നില്ല, because people forgot it. But Hamlet, ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് ആൾക്കാർ മറന്നില്ല, കാരണം അതിനത്രയധികം അതിനകത്തുള്ള അദ്ദേഹത്തിന്റെ ഇമാജിനേഷന്റെയും അദ്ദേഹത്തിന്റെ മനുഷ്യ മനസ്സിനെ കുറിച്ചുള്ള അറിവും ലോകജ്ഞാനവും ഒക്കെ അതിനകത്ത് അത്രയും ഗംഭീരമായിട്ട് ആവിഷ്കൃതമായിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി ഷേക്സ്പിയറിന്റെ വേറൊരു റിസർച്ച് ഒരുപാട് നടത്തിയിരുന്ന ഷേക്സ്പിയറിന്റെ നാടകങ്ങളുടെ ഡേറ്റിനെ കുറിച്ചൊക്കെ പഠിക്കാനാണ്. ഈ റിസർച്ച് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. there are scholars who have spent their entire lifetime, 30 വർഷം 40 വർഷമൊക്കെ ഇങ്ങനെ നിരന്തരം ഷേക്സ്പിയറിനെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ ഇംഗ്ലണ്ടിൽ ഈസ് എ കൺട്രി വിച്ച് കീപ്സ്, ഞാൻ പറഞ്ഞല്ലോ, പഴയ കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഡോക്യുമെന്റ്സ്, thousands of millions of documents are there in the British archive, and anybody can go, any scholar with credibility can go and study them. അവിടെ അങ്ങനെയുള്ള ആർക്കൈവ്സിൽ പോയിട്ട് പഴയ രേഖകൾ മുഴുവനും വായിച്ചു നോക്കിയിട്ടുണ്ട്. there was a couple, അവരുടെ പേര് ഞാൻ മറന്നുപോയി, അത് 19ാം നൂറ്റാണ്ടിലോ അവസാനത്താണെന്ന് തോന്നുന്നു. they spent several years in London. അമേരിക്കക്കാരാണ്, അവർ ലണ്ടനിൽ വന്ന് താമസിച്ച് രാവിലെ തൊട്ട് രാത്രി വരെ ആ ഷേക്സ്പിയറിന്റെ ആ കാലഘട്ടത്തിലുള്ള സകല രേഖകൾ, ഷേക്സ്പിയറോട് ബന്ധപ്പെട്ടല്ല, all kinds of records of that time they were reading. From every single word they would read. കാരണം ഷേക്സ്പിയറിനെ കുറിച്ചുള്ള എന്തെങ്കിലും സൂചന അതിനകത്തുണ്ടോ എന്നറിയാനാണ്. അതുകൊണ്ട് ഇനി അറിയാനുള്ള ഒന്നുമില്ല. ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരികൾ ആൾക്കാർ അരിച്ചു പറക്കി അതിനകത്ത് നിന്ന് എടുക്കാവുന്ന മുഴുവൻ ഇൻഫർമേഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയൊന്നും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വെറുതെ ആണല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. വെൻ യു ഡു ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റഡി, ദർ ആർ സോ മെനി അതർ ഐഡിയാസ് ദാറ്റ് വിൽ കം. അപ്പം ഈ ഷേക്സ്പിയർ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഷേക്സ്പിയറിനെ കുറിച്ച് കുറെ മണ്ടന്മാരിരുന്ന് സമയം കളയുന്നു എന്ന് മാത്രമല്ല, അത് ആ പഠനത്തിനകത്തുകൂടെ ഹിസ്റ്റോറിക് ആയിട്ടും സയന്റിഫിക് ആയിട്ടും ലിംഗ്വിസ്റ്റിക് ആയിട്ടും ഒക്കെ ഉള്ള, ഈവൻ സൈക്കോളജി തുടങ്ങിയ ശാസ്ത്രങ്ങൾക്ക് സഹായം നൽകുന്ന ഒരുപാട് ഇൻഫർമേഷൻ ദീസ് പീപ്പിൾ ഹാവ് ബ്രോട്ട് ഔട്ട്. സോ ഷേക്സ്പിയർ സ്റ്റഡീസ് ഇന്ന് പക്ഷെ ആരും ഷേക്സ്പിയറിന്റെ നാടകത്തിലെ ഇമേജസിനെ കുറിച്ചൊരു പഠനം എന്നൊന്നും നടത്താനില്ല. കാരണം അതിനകത്തൊന്നും ഇനി അതിനകത്ത് ചെയ്യാനില്ല, അത്ര അധികം പഠനം നടന്നു കഴിഞ്ഞു. പിന്നെ പലാഡിസ് ടാമിയ എന്നൊരു പുസ്തകമുണ്ട്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1598. അതിൽ ഷേക്സ്പിയറിനെ കുറിച്ചുള്ള റെഫറൻസസ് ഉണ്ട് എന്ന് നമ്മൾ കരുതുന്നു. ആൻഡ് ഷേക്സ്പിയറിന്റെ കാലത്ത് തിയേറ്ററിലെ ഒരു പരിമിതി, വിമൻ വെയർ നോട്ട് അലൗഡ്. അല്ലെങ്കിൽ തന്നെ നാടകം അസാന്മാർഗികമാണെന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടമാണ്. ആൻഡ് വിമൻ വെയർ നോട്ട് പെർമിറ്റഡ് ടു ആക്ട്. അന്ന് നിയമങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. സദാചാര ബോധം ഇത്തിരി കൂടുതലായിരുന്നു. ആൾക്കാർ ജീവിച്ചിരുന്ന തോന്നും പോലെയൊക്കെ ആയിരുന്നെങ്കിലും സദാചാര ബോധം വളരെ ഹൈ ആയിരുന്നു. സെൻസർഷിപ്പ് വളരെ ഹൈ ആയിരുന്നു. ഒരു നാടകത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ആരെങ്കിലും പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അവർ കമ്പനി കൂട്ടിക്കളയുമായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. അതേസമയം ഞാൻ പറഞ്ഞല്ലോ, നാടകം നടക്കുന്ന സ്ഥലത്ത് ഒരുപാട് ബിസിനസ്സുകളൊക്കെ നടക്കുമായിരുന്നുള്ളതൊക്കെ ഇത് എപ്പോഴുമുള്ള ചില കോൺട്രഡിക്ഷൻസ് ആണ്, നമ്മുടെ ജീവിതത്തിലുള്ള ചില കോൺട്രഡിക്ഷൻസ് ആണത്. പിന്നെ ഷേക്സ്പിയറിന്റെ അതുകൊണ്ട് സ്ത്രീകൾ നാടകം അഭിനയിച്ചിരുന്നില്ല. Therefore, for example, there was many women, വളരെ പ്രശസ്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ, ലേഡി മാക്ബത്ത്, ഒരു then മെർച്ചന്റ് ഓഫ് വെനിസിലെ പോർഷ്യ, 12th നൈറ്റിലെ വിയോള, ഇങ്ങനെ ഒരുപാട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് ഷേക്സ്പിയറിന്റെ. അതെല്ലാം പുരുഷന്മാരാണ് അവതരിപ്പിച്ചിരുന്നത്. ആൺകുട്ടികളാണ് അവർ, ഒരു 13 വയസ്സൊക്കെ ഉള്ള ആൺകുട്ടികളാണ്. അവരുടെ ശബ്ദം ഒരു സ്ത്രൈണത മാറുന്നതിന് തൊട്ട് മുമ്പാണ് അങ്ങനെയുള്ള കുട്ടികൾക്കാണ് വലിയ ഡിമാൻഡായിരുന്നു. സോ ദി വിമൻ ക്യാരക്ടേഴ്സ് ഇൻ ഷേക്സ്പിയർ വെർ ആക്ടഡ് ബൈ യങ് ബോയ്സ് വെൻ ദെയർ വോയിസ് വാസ് സ്റ്റിൽ ബ്രോക്കൺ. ആൺകുട്ടികളുടെ ശബ്ദം ഒരു 13 വയസ്സ് ഒക്കെ കഴിയുമ്പോൾ പതറി തുടങ്ങും, വേറൊരു രീതിയിലോട്ട് മാറും. അപ്പൊ ഇതിന് മുമ്പുള്ള കുട്ടികൾ, അപ്പോൾ സ്ത്രീയുടെ ശബ്ദമായിട്ട് നമുക്ക് വളരെ സിമിലർ ആയിട്ട് തോന്നും. ഡ്യൂറിങ് ഷേക്സ്പിയർസ് ടൈം you had boys acting the role of women. അതുകൊണ്ട് അതിനകത്ത് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. Where a boy is pretending to be a woman,
It's easy to present a situation when a girl is dressed up as a boy. അങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഷേക്സ്പിയറിന്റെ പല നാടകങ്ങളിൽ യു വിൽ ഫൈൻഡ് ദിസ് കൈൻഡ് ഓഫ് തിങ് വേർ എ വുമൺ ഡ്രസ്സസ് അപ്പ് ആസ് എ മാൻ. അതിലൊന്നാണ് മർച്ചന്റ് ഓഫ് വെനീസിൽ പോർഷ്യ ഒരു പുരുഷനായിട്ട് ഡ്രസ് ചെയ്ത് വരുന്ന രംഗമുണ്ട്. 12th നൈറ്റിൽ ഒഫീലിയ വിയോല എന്ന് പറയുന്ന ഗേൾ ഒരു പുരുഷനായിട്ട് ഡ്രസ് ചെയ്ത് വേറൊരു പേഴ്സണാലിറ്റിയിൽ വരുന്നത്. ഇങ്ങനത്തെ ഇതെല്ലാം പോസിബിൾ ആകാനുള്ള ഒരു കാരണം in those days women actors were not allowed in Shakespeare's plays. Then supernatural in Shakespeare very important ആയിട്ടുള്ള വേറൊരു ഏരിയ ആണ്. In many Shakespeare's plays you would find ghosts. ഹാംലെറ്റില് ഒരു ഗോസ്റ്റ് ഉണ്ട്, ജൂലിയസ് സീസറിലെ ഗോസ്റ്റ് ഉണ്ട്, റിച്ചർഡ് III 11 ഗോസ്റ്റോ മറ്റോ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഉണ്ട്. യക്ഷികളുടെ മന്ത്രവാദിനികൾ, മാക്ബത്തിന് തുടക്കം തന്നെ ടോയിൽ ആൻഡ് ട്രബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രവാദിനികൾ, 3 വിച്ചസ്. സോ ഇതെല്ലാം ഉണ്ടായിരുന്നു. അതിനെ ഞാൻ പറഞ്ഞല്ലോ, there was a trap door on the floor through which these things would come up and go down. But this is very important because in those days people actually believed in all this. People actually believed that there was all kinds of magical creatures. പിന്നെ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീമിൽ വളരെ ഫെയറീസും അങ്ങനത്തെ രസകര ഒരു എന്താണ് കുസൃതി സ്വഭാവമുള്ള ചില അമാനുഷ്യ ജീവികളൊക്കെ ഉണ്ട്. And in Hamlet, in Caliban, there is Ariel, who is another famous spirit. ഷേക്സ്പിയറിന്റെ soliloquies വളരെ പ്രശസ്തമാണ്. Songs in Shakespeare is very important. ഷേക്സ്പിയറിന്റെ പല നാടകങ്ങളും സംഗീതാത്മകമായിട്ടുള്ള ഒരുപാട് ഗാനങ്ങളുള്ള നാടകങ്ങളുണ്ട്. അത് ശരിക്കും അതിൽ ഓർക്കസ്ട്ര ഉണ്ടല്ലോ, നാടകമാണല്ലോ, അതിനകത്ത് ഓർക്കസ്ട്ര അവര് അപ്പോഴ് ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുകയും ആരെങ്കിലും അത് ഒന്ന് പാടുകയൊക്കെ ചെയ്യും. അത് ഉണ്ട്. മ്യൂസിക് ഇൻ ഷേക്സ്പിയർസ് കോൺട്രിബ്യൂഷൻ ടു ഇംഗ്ലീഷ് വേർഡ്, അത് ഞാൻ പറഞ്ഞത് തന്നെയാണ്, വായിച്ചാൽ മതി. ക്രിറ്റിക്സ് ഓഫ് ഷേക്സ്പിയർ, എൽസി നൈറ്റ്സ്, ഷേക്സ്പിയറിയൻ ട്രാജഡി. ഷേക്സ്പിയറിയൻ ട്രാജഡി ഒരു പ്രത്യേക കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദീസ് ആർ ദി 4 മേജർ ട്രാജഡീസ്. ആൻഡ് ക്ലിയോപാട്രയൊക്കെ ട്രാജഡി ആയിട്ട് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. ദാറ്റ് ഇസ് ഇൻട്രൊഡക്ഷൻ ടു ഹാംലെറ്റ് അല്ല ഷേക്സ്പിയർ. ആൻഡ് നമുക്ക് ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് ഐ വിൽ സ്റ്റോപ്പ്. ഐ വിൽ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ഹാംലെറ്റ് ടു യു. ഷേക്സ്പിയർസ് ട്രാജഡി ഹാംലെറ്റ്. this is written in the revenge tradition. സ്പാനിഷ് ട്രാജഡിയുടെ ആ മോഡൽ റിവെഞ്ച് ട്രഡീഷനിലാണ് എഴുതിയിട്ടുള്ളത്. ഷേക്സ്പിയർ ഇംഗ്ലണ്ടിലെ നാടകം എന്ന് പറയുന്ന സങ്കേതം 2 സ്ട്രീം വഴി വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് ഇംഗ്ലണ്ടിൽ തന്നെ ഉറവിട്ട്, അല്ലെങ്കിൽ യൂറോപ്പിലെ ഇംഗ്ലണ്ടിന്റെയും തൊട്ടടുത്ത തീരം ബെൽജിയം, ഫ്രാൻസ് തുടങ്ങിയ ആ ഒരു ഭാഗത്ത് ഉറവെടുത്ത മിറക്കിൾ മൊറാലിറ്റി പ്ലേസ്, മിറക്കിൾ മിസ്റ്ററി ആൻഡ് മൊറാലിറ്റി പ്ലേസ് എന്ന് പറയുന്ന ഒരു തരം നാടകങ്ങളുണ്ടായിരുന്നു. അത് പള്ളിയുടെ അകത്ത് ആണ് തുടങ്ങിയത്. യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളെ കുറിച്ചും പിന്നെ സെയിൻസിന്റെ അത്ഭുതങ്ങളും ഒക്കെ കുറിച്ചുള്ള കൊച്ചു നാടകങ്ങൾ. അത് പിന്നെ പള്ളിയുടെ പറമ്പിൽ അവതരിപ്പിക്കാൻ തുടങ്ങി. പിന്നെ അത് ഗ്രാമങ്ങളിലെ വെളിം പ്രദേശങ്ങളിലൊക്കെ അവതരിപ്പിക്കാൻ തുടങ്ങി. പിന്നെ അത് വണ്ടികളുടെ അകത്ത് മൂവിങ് സ്റ്റേജസിൽ അവതരിപ്പിക്കാൻ, പല സൈക്കിൾസ് ആയിട്ടൊക്കെ അവതരിപ്പിക്കുന്ന ഗംഭീരൻ നാടകങ്ങളായിട്ടൊക്കെ തീർന്നിട്ടുണ്ട്. അത് പിന്നെ അതുപോലെ അവിടുത്തെ രാജാവിന്റെ സദസ്സിലൊക്കെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള കൊച്ചു നാടകങ്ങൾ, ഇന്റർലൂഡ്സ് എന്നൊക്കെ പറയും. ഇതെല്ലാം കൂടെ, ഇതിന്റെ എല്ലാം പാരമ്പര്യം ഇംഗ്ലീഷ് നാടകത്തിനുണ്ട്. അതിന് പുറമെ ഇറ്റലിയിലൂടെ, ലാറ്റിൻ സാഹിത്യത്തിലൂടെ കടന്നു വന്നിട്ടുള്ള എന്താണ് സെനിക്ക എന്ന് പറയുന്ന എഴുത്തുകാരന്റെ ട്രാജഡീസ് മോഡലാണ്. ടെറൻസ് പ്ലോട്ടസ് എന്നൊക്കെ പറയുന്ന കൊമേഡിയൻസിന്റെ നാടകങ്ങൾ മോഡലാണ്. ഇതിന്റെയൊക്കെ ഒരു സ്വാധീനത്തിലാണ് ഇംഗ്ലീഷ് നാടകം ഉണ്ടാകുന്നത്. ആൻഡ് ഇൻ ട്രാജഡി ദർ ഇസ് എ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓഫ് സെനിക്കൻ പ്ലേസ്. സെനിക്ക എന്ന് പറയുന്ന ആള് ഗ്രീക്ക് നാടകം സോഫോക്ലിസിന്റെ ഒക്കെ ഒരു ട്രഡീഷണൽ എഴുതിയാണ്. പക്ഷെ സോഫോക്ലിസിനൊക്കെ ശേഷം, മരിച്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് സെനിക്ക എഴുതുന്നത്. സെനിക്കയുടെ പ്ലേസ് ആർ ഡിഫിക്കൽട്ട് ടു സ്റ്റേജ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. ബിക്കോസ് അതിനകത്തുള്ള ആക്ഷൻ ഒക്കെ വളരെ ഡിമാൻഡിങ് ആണ്. ഭയങ്കര ബ്ലഡി ആയിട്ടുള്ള ഒരുപാട് സീൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ആ ഒരു ട്രഡീഷൻ, റിവെഞ്ച് ട്രഡീഷൻ, ആരോടെങ്കിലും ഒരു തെറ്റ് ചെയ്യപ്പെടുന്നു, അതിന് ആ തെറ്റ് പരിഹാരമായിട്ട് ഒരു റിവെഞ്ച്. ഇറ്റ് ഈസ് ഓഫൺ വെരി ബ്ലഡി. ആൾ കണ്ണ് കുത്തിപ്പൊട്ടിക്കുക, നാക്ക് മുറിച്ചെടുക്കുക തുടങ്ങിയ കാര്യങ്ങളോ, അതുപോലെ ഒരാളെ മുറിച്ച് ഭക്ഷണമാക്കി വേറൊരാൾക്ക് വിളമ്പുക, ഇത്തരത്തിലുള്ള നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരുപാട് സാഹചര്യങ്ങൾ സെനിക്കൻ നാടകങ്ങളുടെ അകത്ത് ഉണ്ട്. ആൻഡ് യു ക്യാൻ ഫൈൻഡ് ദാറ്റ് ഇൻ മെനി പ്ലേസ് റിട്ടൺ ബൈ ദ യൂണിവേഴ്സിറ്റി വിറ്റ്സ് ലൈക്ക് Jew of Malta, like Spanish tragedy. So Hamlet comes in that tradition, revenge tradition വരുന്ന ഒരു നാടകമാണ് ഹാംലെറ്റ്.
where Hamlet's father is killed and Hamlet tries to take revenge. നാടകം അച്ഛൻ്റെ മരണത്തെ അവെഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് പ്രധാന പ്രമേയം. ബട്ട് there was one Hamlet before. നമുക്ക് ഇന്ന് നിലവിലില്ല, ഒരു നാടകം മുമ്പ് ഉണ്ടായിരുന്നു നമ്മൾ കരുതുന്നു. യു ആർ ഹാംലെറ്റ് എന്ന് പറയും. അത് അന്യം നിന്ന് പോയി. അത് ഷേക്സ്പിയറിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവാം. ബട്ട് ഹാംലെറ്റ് ഇസ് സപ്പോസ് ടു ബി പല നിരൂപകരുടെയും ഒക്കെ അഭിപ്രായത്തിൽ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ, ഷേക്സ്പിയറിന്റെ നാടകങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ട നാടകം എന്ന് പറയുന്നത് ഹാംലെറ്റ് തന്നെയാണ്. അതിനകത്തുള്ള ആ ഒരു ഹ്യൂമൻ സിറ്റുവേഷൻ ആസ് ഇറ്റ് ഇസ് പ്രസന്റഡ് ഇൻ ഹാംലെറ്റ് ഇസ് ഫാന്റാസ്റ്റിക്. ഹാംലെറ്റ് ഇസ് എവ്രി മാൻ എന്നൊക്കെ നമുക്ക് പറയാം. അതങ്ങോട്ട് പഠിക്കണമെങ്കിൽ ഒരു വർഷമൊന്നും പോരാ. ഞാൻ MA പഠിച്ച് പാസ്സാവാനൊന്നും വേണ്ട. ഇതിന്റെ ഒരു കാൽഭാഗം പോലും വേണ്ട MA ഒരു എസ്സേയും 2 അനോട്ടേഷൻ എഴുതാൻ എന്താണ് പ്രയാസം. പക്ഷെ അത് അങ്ങനെയല്ല. നമ്മൾ PG ഒക്കെ പഠിക്കുമ്പോൾ ഡു ജസ്റ്റിസ് എന്ന് പറയുന്നത് നമുക്ക് പരമാവധി സമയം പുസ്തകങ്ങളുമായിട്ട് ചെലവഴിക്കാൻ പറ്റിയാൽ നല്ലത്. എനിവേ, ഹാംലെറ്റ് അങ്ങനെ വളരെ അമേസിംഗ് ആയിട്ടുള്ള നാടകമാണ്. People say that there are more facets in Hamlet than all the jewels in the crown എന്നൊക്കെ പറയും. that is Hamlet. അപ്പൊ ഹാംലെറ്റ് കൊണ്ട് വെറും ഒരു റിവെഞ്ച് ട്രാജഡി അല്ല, അത് ലോകോത്തരമായ ഒരു കൃതിയാണ്. ഹാംലെറ്റിന്റെ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഡിസ്കസ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഏത് പഠിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് അത് സാവകാശം നിങ്ങളുടെ പേസിൽ കൂടുതൽ അത് പഠിക്കാം. The next day Hamlet ഡിസ്കസ് ചെയ്താൽ മതി. I don't think I'm going to talk to you about Hamlet today. See, ഗ്രീക്ക് സങ്കല്പം അനുസരിച്ച്, അതായത് സോഫോക്ലിസ്, ഈസ്കിലസ്, യൂറിപ്പിഡീസ്, ഇവർ 3 പേരാണ് പ്രശസ്തരായ ഗ്രീക്ക് എഴുത്തുകാർ. ഇവരുടെ നാട് അന്ന് ഒരുപാട് കാര്യം ഉണ്ടായിരുന്നു, അന്ന് നമുക്ക് നിലവിലില്ലെന്നേ ഉള്ളൂ. അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് അരിസ്റ്റോട്ടിൽ പോയറ്റിക്സ് എന്നൊരു പുസ്തകം, അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ്, അതിനകത്ത് അദ്ദേഹം പറയുന്നത്, അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഈ അന്ന് നിലവിലുള്ള ഗ്രീക്ക് നാടകങ്ങളെ പഠിച്ചതിന് ശേഷം അതിൻ്റെ ഇങ്ങനെയൊക്കെയാണെന്ന് അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുന്നത് ട്രാജഡി എന്നൊരു സാധനമുണ്ട്, കോമഡി എന്നൊരു സാധനമുണ്ട്. ട്രാജഡി ഷുഡ് ബി ട്രാജിക് ത്രൂ ഔട്ട്. അത് വളരെ തുടക്കം മുതൽ, തുടങ്ങുന്ന നിമിഷം മുതൽ അവസാനിക്കുന്ന നിമിഷം വരെ ദുരന്തമായിരിക്കും അതിനകത്തുള്ളത്. മലയാളത്തിൽ ട്രാജഡിയെ ദുരന്ത നാടകം എന്നാണ് പറയുന്നത്. ചില മനുഷ്യരെയൊക്കെ നമുക്ക് ദേഷ്യം വരുമ്പോൾ ദുരന്തം എന്ന് പറയാറുണ്ട്. അത് റീസെന്റ് ആയിട്ടുള്ളൊരു പ്രയോഗമാണ്. അപ്പം ഈ ദുരന്ത നാടകം, ട്രാജഡി. കോമഡി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, തുടക്കം മുതൽ അവസാനം വരെ അശേഷം സീരിയസ്നെസ് ഇല്ലാതെ ഉള്ള വളരെ അധികം ഫലിതവും പല ലെവലിലുള്ള തമാശ. ഉദാഹരണം, ഗ്രീക്ക് എഴുത്തുകാരൻ അരിസ്റ്റോഫിനിസിന്റെ ഫ്രോഗ്സ്, ലൈസിസ്ട്രാറ്റ ഒക്കെ പറഞ്ഞ നാടകങ്ങളിൽ ഭയങ്കര, നമുക്ക് പറയാൻ സഭ്യതയുടെ അതിലൊക്കെ ലംഘിച്ചിട്ടുള്ള രംഗങ്ങൾ മുതൽ വളരെ കുറച്ചുകൂടെ ഗൗരവമുള്ള കോമഡി വരെ ഉണ്ട് അതിനകത്ത്. പക്ഷെ അതിനകത്ത് കോമഡി മാത്രമേ ഉള്ളൂ, അതിനിടയിൽ ഒരു വിഷാദം ഒരിക്കലും കടന്നു വരില്ല. ഇത്തരത്തിലാണ് അന്നത്തെ നാടക സങ്കല്പം ഉണ്ടായിരുന്നത്. Therefore, Aristotle wrote down that in a comedy should be comic throughout, tragedy should be tragic throughout. ഇത് 2 കാര്യങ്ങൾ അദ്ദേഹം അതിനകത്ത് പറഞ്ഞു. അതുപോലെ അരിസ്റ്റോട്ടിൽ പറഞ്ഞ വേറൊരു കാര്യം, അതൊരു ഡിസ്ക്രിപ്റ്റീവ് സംഗതിയാണ്. അരിസ്റ്റോട്ടിൽ വാസ് ബേസിങ് ഹിസ് ഡിസ്ക്രിപ്ഷൻ ഓൺ ദി എക്സിസ്റ്റിംഗ് മോഡൽസ് ദാറ്റ് ഹി ഹാഡ്. അന്ന് നിലവിലുള്ള യവന നാടകങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊരു BC 400 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഈ പറയുന്നത്. അപ്പോൾ ആൻഡ് ഹി ഓൾസോ സെഡ് ദാറ്റ് ഈ നാടകങ്ങളെല്ലാം 3 യൂണിറ്റീസ് കീപ്പ് ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ഗ്രീക്ക് നാടകങ്ങൾ കെപ്റ്റ് 3 യൂണിറ്റീസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ 3 യൂണിറ്റീസിൽ ഒരു യൂണിറ്റി എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് പ്ലേസ്, മറ്റൊന്ന് യൂണിറ്റി ഓഫ് ടൈം, മറ്റൊന്ന് യൂണിറ്റി ഓഫ് ആക്ഷൻ. അതായത് ഒരു നാടകം ഒരു ഏകദേശം 3 മണിക്കൂറാണ് എടുക്കുന്നത്. അപ്പം 3 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാവുന്ന സ്ഥലങ്ങളിലെ ആ നാടകത്തിലെ ആക്ഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാവൂ. അതായത് തുടങ്ങുമ്പം തിരുവനന്തപുരത്തും തീരുമ്പം കാസർഗോഡും ആകാൻ പാടില്ല എന്നാണ് അർത്ഥം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു യൂണിറ്റി ഓഫ് ടൈം. ഒരു നാടകം 3 മണിക്കൂറുള്ളൂ. അപ്പോൾ 3 മണിക്കൂർ കൊണ്ട് തീരുന്ന ആക്ഷനെ അവിടെ കാണിക്കാവും. അല്ലാതെ ഒരു കുട്ടി ജനിച്ച് മരിക്കുന്നവരുള്ള മുഴുവൻ കാര്യം അതിനകത്ത് കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മെഷർ ടു മെഷർ ഇതിനകത്ത് ഫിറ്റ് ചെയ്യാത്തത്. 16 വർഷം ഫിറ്റ് ചെയ്യില്ല. അതുപോലെ മൂന്നാമത്തെ സംഗതിയാണ് യൂണിറ്റി ഓഫ് ആക്ഷൻ. അപ്പോൾ നാടകമാണെങ്കിൽ നാടകം മാത്രമായിരിക്കണം, കോമഡി അല്ല ട്രാജഡി ആണെങ്കിൽ ട്രാജഡി മാത്രമായിരിക്കണം, കോമഡി ആണെങ്കിൽ കോമഡി മാത്രമായിരിക്കണം എന്നുള്ള പോയിന്റാണ് ആക്ഷൻ. അപ്പൊ അതാണ് ഈ 3 കാറ്റഗറി. പക്ഷെ പിൽക്കാലത്ത് ഇറ്റലിയിലുള്ള ആൾക്കാർ ഇതിനെ എടുത്തിട്ട് ഇതിനൊക്കെ നിയമമാക്കി മാറ്റി. ഈ കൈൻഡ് ഓഫ് വളരെ റിജിഡ് ആയിട്ടുള്ള നിയമങ്ങൾ, ഇങ്ങനെ ആയിരിക്കണം, യൂണിറ്റി ഓഫ് ടൈം കീപ്പ് ചെയ്യണം എന്നൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കി. അപ്പൊ ഇംഗ്ലണ്ടിലും പല ആൾക്കാരും അത്തരത്തിൽ നിയമങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഷേക്സ്പിയറിന്റെ നാടകം എന്ന് പറയുന്നത് നമുക്ക്
ഇങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്യാൻ പാടാണ്. ഈവൻ വിത്തിൻ ഹിസ് ട്രാജഡി ദർ വിൽ ബി കോമഡി, വിത്തിൻ കോമഡി ദർ വിൽ ബി ട്രാജിക് സിറ്റുവേഷൻ.